അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തു ഫാത്തിർ മക്കിയ, ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതാണ്. ആയത്തുഹാ ഖംസുൻ ഔ സിത്തുൻ വഅർബഊന ആയ, 45-6 ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതി. ഹമീദ് അല്ലാഹു തആല നഫ്സഹു ബിദാലിക, അതുകൊണ്ട് അള്ളാഹുവിനെ തന്നെ സ്തുതിച്ചു. കമാ ബയ്യന ഫി അവ്വലി സബായി, സബൂ സൂറത്തിൻ്റെ തുടക്ക ഭാഗത്തിൽ വിശദമാക്കപ്പെട്ടതുപോലെ. ഫാത്തിരിസ് സമാവാതി വൽ അർള്, വാനഭൂമികളുടെ വാനങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ, വെറും സൃഷ്ടാവല്ല, മാതൃകയില്ലാതെ സൃഷ്ടിച്ച, മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച, ഖാലിഖിഹിമ, അവ രണ്ടിനെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതി. അല ഗൈരി മിസാലിൻ സബക്ക, മുൻകഴിഞ്ഞ ഒരു മാതൃകയും ഇല്ലാതെ, ഒരു മാതൃകയുടെയും മീതെ അല്ലാതെ. ജായിലിൽ മലായികത്തി, മലക്കുകളെ ആക്കിയ, റുസുലൻ, ദൂതന്മാരാക്കിയ പടച്ചവൻ, അവനാണ് സർവസ്തുതി. ഇല്ല അമ്പിയായ, അമ്പിയാക്കളിലേക്കുള്ള ദൂതന്മാരായ മലക്കുകളല്ലേ. ഉലി അജിനിഹത്തിൻ, ചിറകുകളുള്ളവരായ മലക്കുകൾ. ബസുല വസുലാസ, ഈ രണ്ട് വീതമുള്ള, വസുലാസ 3 വീതമുള്ള, റുബ 4 വീതമുള്ള. യസീദു ഫിൽ ഖൽഖി, അവൻ വർദ്ധിപ്പിക്കും, ഫിൽ ഖൽഖി, സൃഷ്ടിപ്പിൽ. ഫിൽ മലായികത്തി, മലക്കുകളിലും, വഗൈരിഹ, അവരല്ലാത്തവരും, ആയേഷ, ഉദ്ദേശത്ത, പല എണ്ണങ്ങളും. ചിറകുകളാണെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാമിനെ പറ്റിയൊക്കെ 120 ഇത്ര ചിറക് എന്നൊക്കെയല്ലേ പറയില്ലേ. ഇനി മലക്കുകൾ തന്നെ പല ജാതി, അതല്ലാത്തത് പല ജാതി, അങ്ങനെ പല സാധ്യതകളുണ്ട്. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. മാ യഫ്തഹില്ലാഹു ലിന്നാസി, ഏതൊന്നും യഫ്തഹില്ലാഹു, അള്ളാഹു തുറന്നു കൊടുത്തു, ലിന്നാസി, ജനങ്ങൾക്ക്, മിൻ റഹ്മ, കാരുണ്യത്താൽ. അള്ളാഹു ജനങ്ങൾക്ക് തുറന്നു കൊടുത്ത ഏതൊരു കാരുണ്യം, റസ്ഖിൻ, അവശ്യവസ്തു നൽകൽ പോലെ. റിസ്ക് അവശ്യവസ്തുവാണ്, റസ്ക് അതിനെ നൽകുന്ന മസ്തറാണ്. മത്തരിൻ, മഴ പോലെ. അതൊക്കെ അള്ളാഹു എന്ത് തുറന്നു കൊടുത്താലും ഫലാ മുംസിക്കല, അതിനെ പിടിച്ചു വെക്കാൻ ഒരാളുമില്ല. ഒമാ യുംസിക് മിൻ ദാലിക, അള്ളാഹു അതിനാൽ പിടിച്ചു വെച്ച ഏതൊന്നും, അതായത് അള്ളാഹു കൊടുക്കാതെ വെച്ച റഹ്മത്ത്, ഫലാ മുർസിലഹു, അതിനെ അയക്കാനും ഒരാളില്ല. അള്ളാഹു പിടിച്ചു വെച്ചതിനെ കെട്ടയക്കാൻ ഒരാളുണ്ടാവില്ല. മിൻബഅദിഹി, അതിൻ്റെ ശേഷം, അഥവാ അതിനെ പിടിച്ചു വെച്ചതിൻ്റെ ശേഷം. വഹുവൽ അസീസുൽ ഗാലിബ് അലാ അംരിഹി, അവൻ തൻ്റെ കാര്യത്തിന്മേൽ അതിജയിക്കുന്നവനാണ് എല്ലാവരെയും. അൽ ഹക്കീമു ഫീ ഫഇലി, തൻ്റെ പ്രവർത്തനത്തിൽ യുക്തിതന്ത്രജ്ഞനാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഹ്ല മക്ക, മക്ക നിവാസികളെ, ഉദ്കുറു, നിങ്ങൾ ഓർക്കൂ, നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങളുടെ മേലുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ, ബി ഇസ്കാനിക്കും, അള്ളാഹു നിങ്ങളെ പാർപ്പിക്കൽ കൊണ്ട്, അൽ ഹറമിൽ, മക്ക ഹറമിൽ, വമന ഇൽ ഹോറാത്തി അൻകും, ഖാറത്തുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തൊട്ട് എന്ത് ചെയ്തു, തടഞ്ഞു വെച്ചു. അതിനാരും ഖാറത്ത് എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ ഒക്കെയാണല്ലോ. ഖാറ് ഗുഹയാണ്, ഖാറത്ത് അപകടങ്ങളാണ് വരിക, മാറ്റണം പറയും. ഹൽമിൻ ഖാലിക്കിൻ, അപ്പം മിന്ന് സായിദയാണ്. ഖാലിഖുൻ എന്നതോ, ഖാലിഖിൻ എന്നുള്ളത് മുബത്തതാണ്, മിന്ന് സായിദയായി വന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ജറിൻ്റെ ഹറഫുകൾ 3 ഉണ്ട്. എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ശരിക്കുള്ളത് ഹക്കീക്കിയായ ഹറഫ്, സായിദ, ഷിബു സായിദ. എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചാൽ, ഹക്കീക്കി എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം ഇതെല്ലാം എന്ത് ജെറി ഇതെല്ലാം എന്ത് ചെയ്യും, ജെറി ചെയ്യും. അതോടൊപ്പം മുതഅല്ലക്കും അർത്ഥവും ഉണ്ടെങ്കിൽ അത് ഹക്കീക്കി ആയിരിക്കും. അർത്ഥമുണ്ട്, മുതഅല്ലക്ക് ഇല്ലെങ്കിൽ അത് ഷിബുഹ് സായിദി ആയിരിക്കും. അർത്ഥവും മുതഅല്ലക്കും ഒന്നും ഇല്ലെങ്കിൽ അത് സായിദി ആയിരിക്കും. ഇതിപ്പോൾ സായിദിയാണെന്നല്ല പറഞ്ഞത്, അപ്പോൾ അതിന് അർത്ഥവും ഇല്ല, മുതഅല്ലക്കും ഇല്ല. ഇപ്പോൾ റുബ അല്ലെങ്കിൽ അദ, ഹാഷ, ജെറ് ചെയ്യുന്ന അദ, ഹാഷ, മാദ, പിന്നെ ഹാഷൊക്കെ ഉണ്ടല്ലോ ജെറ് ചെയ്യുന്ന തന്നെ. മാ ഒഴിവാക്കി പിന്നെ അതാന്നുള്ളത് ജെറ് ചെയ്യുമല്ലോ. അവിടെയൊക്കെ അർത്ഥമുണ്ട്, ഒഴികെ എന്നർത്ഥം വരുന്നുണ്ട്. റുബ, എത്ര എന്നർത്ഥം വരുന്നുണ്ട്. പക്ഷെ അവിടെ മുതഅല്ലക്ക് ഇല്ല. മുതഅല്ലക്കില്ലാത്ത അർത്ഥം മാത്രമുള്ളതിന് എന്ത് പറയും, ഷിബുഹ് സായിദ എന്നും. മുതഅല്ലക്കും അർത്ഥം ഇല്ലെങ്കിൽ സായിദ എന്നും. രണ്ടും ഉണ്ടെങ്കിൽ അതിനെ ഹക്കീക്കി എന്നും പറയും. അവയോടൊപ്പം ശരിക്ക് മീനുള്ളത് കൊണ്ടാണ് ഖാലിക്കിന് ചെറു കിട്ടിയത്, അല്ലാതെ അത് മുബത്തതാണ്.
വല്ല സ്രഷ്ടാവുമുണ്ടോ ഗൈറുല്ലാഹി അള്ളാഹുവിനെ കൂടാതെ എന്നാണ്. അവിടെ ഹോറത്തിൻ്റെ അർത്ഥം ഇവിടെ എന്തെങ്കിലും പ്രത്യേകം കൊടുത്തു എന്ന് നോക്കട്ടെ. കാലക്കേടുകൾ എന്നൊക്കെ പറയാം. ഓറത്തൽ ഒരു ബൈത്തിലുണ്ടല്ലോ, പോട്ടെ നമുക്ക് നോക്കാം. റഫി വൽ ജരി ഞാത്ത്, ജെറ് കൊണ്ടും റഫ് കൊണ്ടും ഉണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നാത്തുല്ലി ഹാലിക്കിൻ്റെ നാത്തായിട്ടാണ് വരിക, സിഫത്തായിട്ടാണ് വരിക. ലഫ്ല് വെച്ച് നോക്കുമ്പം റഫാണ് വേണ്ടത്, കാരണം മിൻഹ അല്ല ലഫ്ല് വെച്ച് നോക്കുമ്പോൾ ജെറാണ് വരേണ്ടത്. മഹല് വെച്ച് നോക്കുമ്പോൾ അതെന്താണ് റഫാണ് പറഞ്ഞത്, കാരണം മിന്നുള്ളത് കൊണ്ട് ഈ ജെറ് കിട്ടീനുള്ളല്ലോ. ശരിക്കും എന്താണ് റഫ് കിട്ടണം മൂത്തതല്ലേ. അപ്പോൾ രണ്ട് രൂപത്തിലും ഹൽമിൻ ഹാലിക്കിൻ ഗൈറില്ലാഹി എന്നുണ്ട്, ഗൈറുല്ലാഹി എന്നുണ്ട്. നമ്മുടെ ഖിറാഅത്ത് ഗൈറുല്ലാഹി എന്നാണ്. ഖബറുൽ മുബ്തദഇ ഇങ്ങനെയാണ്. ഹൽമിൻ ഹാലിക്കും വല്ല അള്ളാഹു അല്ലാത്ത വല്ല സൃഷ്ടാവും യർസുഖുക്കും മിനസ്സമായി, ആകാശത്ത് നിന്ന് നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നുണ്ടോ, അഥവാ മത്തറിന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് വേണ്ട സാധനം റിസ്ക് തരാറുണ്ടോ, അഥവാ മഴയെ. അവനെ ആറുള്ള ഭൂമിയിൽ നിന്ന് അന്നബാത്ത സസ്യത്തെ അള്ളാഹ് ഇല്ലാത്ത വേറെ വല്ല ആളെയും തരുമോ, വല്ല സൃഷ്ടാവും. വല്ല ഇസ്തിഫാം, ഇവിടുത്തെ ഇസ്തിഫാം തക്കരീറിന് വേണ്ടിയുള്ളതാണ്. അഥവാ ഉണ്ടോ, ഇല്ല, ഇലാ ഹാലിക ലാ ഹാലിക റസാഖുൻ ഗൈറുഹു, അള്ളാഹു അല്ലാത്ത ഒരു റസാഖായ അല്ലെ റിസ്ക് നൽകുന്ന ഒരു ഹാലിക്കുമില്ല. ലാ ഇലാഹ ഇല്ലാഹു, അവനൊഴികെ യാതൊരു ഇലാഹുമില്ല. ഫഅന്നാ തുഫക്കു, പിന്നെ എങ്ങനെയാണ് ഇവരെ തിരിച്ചുവിടപ്പെടുന്നത്. മിൻ ഐന, എവിടെ നിന്നാണ് തുസ്റഫൂന നിങ്ങളെ തിരിപ്പിക്കപ്പെടുന്നത്. അൻ തൗഹീദി, അള്ളാഹുവിൻ്റെ ഏകദൈവ വിശ്വാസത്തിൽ നിന്നും. മൈക്രാരിക്കും, നിങ്ങളെ സമ്മതിക്കലോടുകൂടി. ബി അന്നഹുൽ ഖാലിഖുർ റസാഖ്, എല്ലാം നൽകുന്ന സൃഷ്ടാവ് അവൻ മാത്രമാണെന്നതിനെ നിങ്ങൾ സമ്മതിക്കലോടൊപ്പം പിന്നെ ഏകദൈവ വിശ്വാസത്തിൽ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിക്കപ്പെടുന്നത്. വൈയുക്കദിബൂക്ക, അവരെങ്ങാനും അങ്ങയെ കളവാക്കിയാൽ യാ മുഹമ്മദ് ഫി മജീഇക, താങ്കളുടെ വരവിൽ, ബി തൗഹീദി വൽ ബഅസി, ഏകദൈവ വിശ്വാസം അതുപോലെ പുനർജന്മം ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസ പ്രഖ്യാപനവുമായിട്ട് താങ്കൾ വന്നല്ലോ. അപ്പോൾ ആ താങ്കളുടെ വരവിൽ താങ്കൾ അവർ കളവാക്കുന്ന പക്ഷം, വൽ ഹിസാബി, മരണാനന്തരമുള്ള വിചാരണ, വൽ ഇഖാബി, ശിക്ഷ, അതിൻ്റെയൊക്കെ വിശുദ്ധ അങ്ങനെ അവർ കളവാക്കുകയാണെങ്കിൽ ഫഖദ് കുദിബത റുസുലും മിൻ ഖബലിക, അങ്ങയുടെ മുമ്പ് വന്ന മുർസലീങ്ങളെയും കളവാക്കപ്പെട്ടിട്ടുണ്ട്. ഫീദാലിക, ആ വിഷയത്തിൽ. ഫസ്ബിർ, അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കണം. അമാസപ്പുറം അവർ ക്ഷമിച്ചതുപോലെ. വൈലല്ലാഹി തുർജഉൽ ഉമൂർ, കാര്യങ്ങൾ അള്ളാഹുലേക്ക് മാത്രമാണ് മടക്കപ്പെടുന്നത്. ഫിൽ ആഖിറത്തിൽ ഫൈജാസി, അങ്ങനെ അള്ളാഹു പ്രതിഫലം നൽകാൻ മുഖദിവിനെ കളവാക്കിയ ആളുകൾക്ക്. വയൻസുറുൽ മുർസലീന, മുർസലീങ്ങളായ അല്ലെ ദൂതന്മാരെ അള്ളാഹു എന്ത് ചെയ്യും, സഹായിക്കുകയും ചെയ്യും, സംരക്ഷിക്കുകയും ചെയ്യും. യാ അയ്യന്നാസു, അല്ലയോ ജനങ്ങളെ, ഇന്ന വഅദല്ലാഹി, തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം, ബിൽ ബഅസി വഗൈരി, പുനർജീവിതം അല്ലാത്തത് കൊണ്ടുമുള്ള വാഗ്ദാനം, ഹക്ക്, സത്യമാണ്. അതുകൊണ്ട് തന്നെ ലാ തഗ്റന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവായ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അനിൽ ഈമാൻ വിദാലിക, അതിനെ വിശ്വസിക്കുന്നതിന് തൊട്ട്. വലാ യഗ്റന്നകും ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഫീ ഹിൽമിഹി വ ഇംഹാലിഹി, അള്ളാഹു നിങ്ങളെ എന്ത് ചെയ്തു, അനുകമ്പ കാണിച്ചു. ഇംഹാലിഹി, അള്ളാഹു എന്ത് ചെയ്തു, സാവകാശം ചെയ്തു, വേഗം ശിക്ഷിക്കാതെ. അങ്ങനെ അള്ളാഹുവിൻ്റെ ഇത്തരം പ്രവർത്തനം കൊണ്ട്, അള്ളാഹിനെ കൊണ്ടെന്ന് വെച്ചാൽ അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന കാരണത്താൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അൽ ഖറൂർ, വഞ്ചിക്കുന്നവൻ, അഥവാ ഷെയ്ത്താൻ, പിശാചിങ്ങൾ, അതെല്ലാം അത്തരം കാര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് അള്ളാഹ് നിങ്ങളെ തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കുന്നില്ലല്ലോ, അപ്പോൾ അങ്ങനെ ഒരു അള്ളാഹ് എന്നൊരു സംഗതി ഇല്ല, അല്ലെങ്കിൽ ആഖിറം എന്നൊരു സംഗതി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഷെയ്ത്താൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഖറൂറായ, വഞ്ചകനായ. ഇന്ന ഷെയ്ത്താനെ, തീർച്ചയായും പിശാചിലക്കും നിങ്ങൾക്ക് അദുവൻ, ഒരു ശത്രു തന്നെയാണ്. ഫത്തഹിദുഹു, അതുകൊണ്ട് നിങ്ങൾ അവനെ ശത്രുവായിട്ട് ഗണിക്കുക. ബിതാഅത്തില്ലാഹി, അള്ളാഹുവിനെ വഴിപ്പെടുന്നത് കൊണ്ട്. അപ്പോൾ അള്ളാഹിനെ വഴിപ്പെടുമ്പോൾ പിശാച് നമ്മുടെ ശത്രുവായി തീരും. വലാ തുതിഊഹു, നിങ്ങൾ അവനെ വഴിപ്പെടരുത്. ഇന്നമാ യദ്ഉ ഹിസ്ബഹു, പിശാച് തൻ്റെ സൈന്യങ്ങളോട് ആവശ്യപ്പെടുന്നത്, അത്ബാവ് തൻ്റെ അനുയായികളോട്, ഫിൽ കുഫറിലുള്ള തൻ്റെ അനുയായികളോട് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ക്ഷണിക്കുന്ന എന്തിനു വേണ്ടി, അലിയക്കൂനും അസാബി സഈർ, അവർ നരകക്കാരൻ്റെ കൂട്ടത്തിൽ പെടാൻ വേണ്ടിയാണ്. അന്നാരി ഷദീദ, ശക്തമായി കത്തുന്ന തീയുടെ ആളുകൾ പെടാൻ വേണ്ടിയാണ്. അല്ലദീന കഫറൂ, കാഫിരീങ്ങളായ ആളുകൾ, ലഹും അദാബുൻ ഷദീദ്, അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട്. വല്ലദീന ആമനു അമലു സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്തവർ, ലഹും അവർക്കുണ്ട് മഗ്ഫിറത്തുൻ, പാപമോചനം, അജ്റുൻ കബീർ, വലിയ പ്രതിഫലമുണ്ട്. ഹാദാ ബയാനുൻ, ഇതൊരു വിശദീകരണമാണ്. ബയാനും ഒരു വിശദീകരണമാണ്. മുവാഫിഖി ഷെയ്ത്താൻ,
ഷെയ്ത്താനിൻ്റെ ഒരു ഒരു ചെറിയൊരു വിശദീകരണമാണ് അർത്ഥം. സാഹിത്യാകുമ്പോൾ ഒരു തേക്കിതിൻ്റെ മാനം ഉണ്ടാവുമല്ലോ. ലി മുവാഫിഖ് ഷെയ്ത്താനോട് യോജിക്കുന്ന ആളുകൾക്കും ഇതങ്ങനെയല്ല, സാഹിത്യമല്ല. ഹാദാ ബയാനു ഇതൊന്നിൻ്റെ വിശദീകരണമാണ്. ലി മുവാഫിഖ് ഷെയ്ത്താനോട് യോജിക്കുന്ന ആളുകൾക്കുള്ള ഒന്നിൻ്റെയും ലി മുഖാലിഫി ഷെയ്ത്താനോട് വിയോജിക്കുന്ന ആളുകൾക്കുള്ള ഒന്നിൻ്റെയും വിശദീകരണമാണ്. അതായത് യോജിക്കുന്നവർക്കുള്ള ശിക്ഷ, വിയോജിക്കുന്നവർക്കുള്ള പ്രതിഫലം, അതിൻ്റെ ഒരു വിശദീകരണമാണിത്. വനസല ഇറങ്ങി ഫി അബി ജഹലിൻ വഗൈരി അബൂജഹലിൻ്റെ അവനല്ലാത്തവരുടെയും വിഷയത്തിൽ ഇറങ്ങി. എന്താണ്? അഫമൻ സുയ്യന ലഹു സു അമലി, അപ്പോൾ അഫമൻ ഒരുത്തനാണോ സുയ്യന ലഹു അവന് ഭംഗിയാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു സു അമലി അവൻ്റെ തിന്മ ചീത്ത ചെയ്തിയെ തംബീഹി അലങ്കരിക്കൽ കൊണ്ട്. തമ്പി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ലേപനം ചെയ്യൽ കൊണ്ട്, പൂശൽ കൊണ്ട്. ഫറഅഹു ഹസന എന്നിട്ട് അവൻ അതിനെ നല്ലതായി കാണുന്നു, മനസ്സിലാക്കുന്നു. അവിടുത്തെ ആ മഞ്ഞ് മുബത്തത ആണ്. മുബത്തത ഹബർ, അതിൻ്റെ ഹബർ കമൻ ഹദാഹുല്ലാഹു എന്നാണ്, അത് കളയപ്പെട്ടതാണ്. അതായത് ഇങ്ങനെ ഷെയ്ത്താൻ്റെ ഭാഗത്തു നിന്നും തൻ്റെ ദുശ്ചെയ്തികളെ അലങ്കനീയമായി കാണിക്കപ്പെടുകയും അത് അലങ്കാരമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് ഒരുത്തൻ അള്ളാഹു സന്മാർഗം നൽകിയവരെ പോലെയാണ്. ഒരിക്കലും അല്ല, രണ്ടാണ്. അതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരിക്കലും അല്ല, ഇതല്ല അലൈഹി. അപ്പോൾ ഈ കളയപ്പെട്ട ഖബറുണ്ടല്ലോ, ഈ കളയപ്പെട്ട ഖബറിനെ അറിയിക്കുന്നുണ്ട്. ഫൈനല്ലാഹി യുദില്ലു മയ്യശാ വയഹ്ദി മയ്യശാ, രണ്ടും വ്യത്യാസമുണ്ട് എന്നുള്ളതിന് ശേഷമുള്ള ഈ ഭാഗം അറിയിക്കുന്നുണ്ട്. അഥവാ അതിൻ്റെ അർത്ഥം ഇതാണ്: അള്ളാഹു തആല യുദില്ലു മയ്യശാ, താൻ ഉദ്ദേശിച്ചവരെ പിഴപ്പിക്കുന്നു, വയഹ്ദി മയ്യശാ, താൻ ഉദ്ദേശിച്ചവരെ നേർമാർഗത്തിലാക്കുന്നു. ഫലാ തദ്ഹബു നഫ്സുക, അതുകൊണ്ട് തന്നെ അങ്ങയുടെ മനസ്സ് പോവാതിരിക്കട്ടെ, അലൈഹിം അവരുടെ മേൽ, മുസയ്യനി ലഹും അവർക്ക് അലങ്കരിച്ച് കാണിക്കപ്പെട്ട് കൊടുത്തതിൻ്റെ മേലെ അങ്ങയുടെ മനസ്സ് പോവാതിരിക്കട്ടെ. ഹസറാത്തിൻ ഖേദം കാരണത്താൽ, അല്ലെങ്കിൽ ഹസ്രത്ത് ഖേദങ്ങൾ കാരണത്താൽ, ബിഗ്തിമാമിക അങ്ങ് ടെൻഷൻ അടിക്കൽ കൊണ്ട്, അല്ലാ യുമിനു അവർ വിശ്വസിക്കുന്നില്ലല്ലോ അപ്പം വിശ്വസിക്കാത്തതിൻ്റെ പേരിലുള്ള അങ്ങ് ടെൻഷൻ അടിക്കൽ കൊണ്ട് അങ്ങയുടെ നഫ്സ് അവരുടെ മേൽ പോവാതിരിക്കട്ടെ. അങ്ങയുടെ മനസ്സങ്ങനെ പോവേണ്ടതില്ല. അല്ലാഹു അലീമും ബിമാ യസ്നഊൻ, അവർ ചെയ്യുന്നതിനെ പറ്റി വിശാലമായി അറിയുന്നവനാണ് അള്ളാഹു. ഫയുജാസിഹിം, അങ്ങനെ അവർക്ക് പ്രതിഫലം കൊടുക്കും അവൻ അലൈഹി അതിൻ്റെ മേൽ. വല്ലാഹു അല്ലദീ യാതൊരുവനാണ് അർസല റിയാ കാറ്റുകളെ അയച്ചു. ഫീ ഖിറാഅത്തിൻ അരീഹ, മറ്റൊരു ഖിറാഅത്ത് മുഫ്രദായിട്ട് കാറ്റിനെ അയച്ചു എന്നുണ്ട്. അപ്പോൾ തുസീറു സഹാബ, എന്നിട്ട് ഈ കാറ്റെന്ത് ചെയ്യും? സഹാബിനെ, മേഘത്തെ എന്ത് ചെയ്യും? വിതറും, മേഘത്തെ വിന്യസിക്കും. അൽ മുലാരി, ഇവിടുത്തെ തുസീറു എന്ന് പറഞ്ഞു, മറ്റവിടെ അർസല എന്ന് പറഞ്ഞിട്ട് ഇവിടെ തുസീറു മുലാരി, അവിടെ മാലി പറഞ്ഞിട്ട് ഇവിടെ മുലാരി പറഞ്ഞത്. അൽ മുലാരി ലി ഹിക്കായത്തിൽ ഹാലിൽ മാലിയ, ആ മാലിയായ ഫീലിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയെ ഹിക്കായത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് തുസ് ഇജുഹു, അതിനെ വിന്യസിക്കുന്നു, അതിനെ തെളിക്കുന്നു എന്നൊക്കെ അർത്ഥം. ഫസുഖ്നാഹു, എന്നിട്ട് നാം അതിനെ നയിച്ചു. ഫീഹി, അതിലുണ്ട് ഇൽത്തിഫാത്തുൻ അനിൽ ഗൈബത്തി, ഗൈബത്തിനെ തൊട്ടുള്ളൊരു ഇൽത്തിഫാത്തുണ്ട്. അഥവാ അവൻ എങ്ങനെയുള്ള അള്ളാഹുവാണ്, അവൻ കാറ്റുകളെ അയച്ചു, എന്നിട്ട് പിന്നെ നാം അതിനെ നയിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അവൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നതിലേക്ക് നീങ്ങിയല്ലോ. അപ്പോൾ ഗൈബത്തിൽ നിന്നും മറ്റേ ഖിതാബിലേക്കൊരു ഇൽത്തിഫാത്ത്, ഒരു തിരിയ എന്നൊരു സംഗതിയുണ്ട്. ഇൽത്തിഫാത്ത്, മറിയ എന്നൊരു സംഗതി. അത് അറബികൾ സാഹിത്യമായിട്ട് പ്രത്യേക അലങ്കാരമായിട്ട് എണ്ണുന്നതാണല്ലോ അത്, ഇൽത്തിഫാത്തൊക്കെ. ഇനി ആ ബലതി മയ്യത്തി, മരിച്ചു കിടന്ന ഒരു നാട്ടിലേക്ക് അതിനെ മേഘത്തെ നയിച്ചു. ബി തഷ്ദീദി വ തഖ്ഫീഫി, മയ്യത്തിൻ എന്നും മയ്യത്തിൻ എന്നുണ്ട്. ലാ നബാത്ത ബിഹ, ചെടിയില്ലാത്ത, ഒരു ചെടിയും അവിടെ ഇല്ലാത്ത. ഫ അഹ്യൈന ബിഹിൽ അർള, അങ്ങനെ അതുകൊണ്ട് ആ സഹാബ്, ആ മേഘം കൊണ്ട് നാം സജീവമാക്കി, ജീവൻ നൽകി. അല്ലാ ഭൂമിക്ക്, മിനൽ ബലതി, നാട്ടിൽ നിന്നുള്ള ആ ഒരു നിലത്തിന് നാം ജീവൻ നൽകി. ബാലമോദി, അത് മരിച്ചതിന് ശേഷം, അഥവാ യബ്സി, അത് ഉണങ്ങിയതിന് ശേഷം. അതായത് അൻപത്തിനാബിഹി, ആ മേഘം കൊണ്ട് നാം മുളപ്പിച്ചു. അസർ, കൃഷിയും വൽക്കാല, പുല്ലിനെയും. കദാലിക നുഷൂർ, അങ്ങനെ തന്നെയാണ് പുനരുദ്ധാരണം ഉണ്ടാവുക. ബാസു, പുനർജീവിതം. വലിയ ജീവിപ്പിക്കലൊക്കെ അങ്ങനെ ഉണ്ടാവും. അവിടെ ഹോറത്ത് എന്ന് വെച്ചാൽ ഹോറത്തിൻ്റെ ജമ്മാണ് ഹോറാത്ത്, കൊള്ള എന്നർത്ഥം, കൊള്ളകൾ. അപ്പോൾ കൊള്ളകളെ അള്ളാഹു ഇവരത്തെട്ടൻ തടഞ്ഞു വെച്ചു. മക്കാർക്ക് അള്ളാഹു കൊടുത്തൊരു അനുഗ്രഹമാണല്ലോ.
മൻ ആരെങ്കിലും കാന യുരീദുൽ ഇസ്സത്തിനെ ആഗ്രഹിക്കുമായിരുന്നെങ്കിൽ ഫലില്ലാഹിൽ ഇസ്സത്തു അഥവാ പ്രതാപം ജമീഅ അള്ളാഹുവിനാണ് മുഴുവൻ പ്രതാപവും ഐ ഫി ദുനിയ വൽ ആഖിറ ദുനിയാവിലെ ആഖിറത്തിലൊക്കെ ഉള്ള പ്രതാപം. ഫലാ തുനാനി മിൻഹു അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്ന് പ്രതാപം നൽകപ്പെടുകയില്ല ഇല്ലാ ബി താഅത്തിഹി അള്ളാഹുവിനെ വഴിപ്പെടൽ കൊണ്ടല്ലാതെ. അതുകൊണ്ട് ഫലിയുത്തിഹു ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ വഴിപ്പെടട്ടെ. പ്രതാപം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇലൈഹിസ്സദുൽ കലിമത്ത് തയ്യിബ് നല്ല സംസാരം അവനിലേക്ക് മാത്രമാണ് കയറി പോവുക. ഈ അലമുഹു അഥവാ അള്ളാഹു അതിനറിയുന്നതാണ്. വഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ല സംസാരം എന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ്. വഹു നഹു അതുപോലുള്ള സംസാരമാണ്. വൽ അമലു സ്വാലിഹു യർഫഉഹു നല്ല പ്രവർത്തനത്തെ അള്ളാഹു ഉയർത്തുന്നതാണ് അഥവാ യഖ്ബലുഹു അള്ളാഹു അതിനെ സ്വീകരിക്കുന്നതാണ്. വല്ലദീന യംകുറൂന മക്റാത്തി സയ്യിആത്തി മോശമായ കുതന്ത്രങ്ങളെ മെനയുന്ന ആളുകൾ പിന്നെ നബിതങ്ങളെ കൊണ്ട് മോശം കുതന്ത്രം പ്രവർത്തിക്കുന്ന ആളുകൾ ഫീദാരി നെതുവ ധാരണത് വേണ്ടല്ലോ. അബൂജഹലും കൂട്ടിലൊക്കെ നബിതങ്ങൾക്കെതിരെ ഈ ഇതൊക്കെ ഉപായങ്ങളൊക്കെ ചെയ്തു വെച്ച എന്തിനാൽ മിൻ തഖീദി നബിതങ്ങളെ ബന്ധിതനാക്കുന്നതിനാൽ ഔ കത്തിലല്ലേ കൊന്നുകളയുന്ന ഔ ഇഖ്റാജ് നാട് കളത്തുന്ന പുറപ്പെടുവിക്കുന്ന കമാദുക്രഫിൽ അൻഫാൽ സൂറത്തിൽ പറഞ്ഞ പോലെ പറയപ്പെട്ട പോലെ ലഹും അദാബുൻ ശദീദ് അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട്. നമുക്ക് ഉലായിക അക്കൂട്ടരുടെ കുതന്ത്രമാകുന്നത് ഹുവ യബൂറു അത് യഹ്ലിക്കു അത് നശിക്കുന്നതാണ് എന്ന്. അള്ളാഹു ഖലഖ അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചു മിൻ തുറാബ് മണ്ണിൽ നിന്നും ബി ഖൽഖി അബീക നിങ്ങളുടെ പിതാവായ ആദം നബി അലൈഹി സ്വലാം മിൻഹു അതിൽ നിന്ന് സൃഷ്ടിക്കൽ കൊണ്ട് സുമ്മ മിൻ നുത്ഫ പിന്നെ നിങ്ങൾ അള്ളാഹു നുത്ഫയിൽ നിന്നും അഥവാ മനിയിൽ നിന്ന് സൃഷ്ടിച്ചു ബി ഖൽഖി ദുരിയത്തിഹി അള്ളാഹു ആദമിൻ്റെ സന്താനങ്ങളെ സൃഷ്ടികൾ കൊണ്ട് ബിൻഹ മനി അഥവാ നുത്ഫയിൽ നിന്ന് സൃഷ്ടികൾ കൊണ്ട് മജാലക്കും പിന്നെ അള്ളാഹു നിങ്ങളാക്കി അസ്വാധീനങ്ങളാക്കി ദുഃഖുറം വൈനാഥ ആണുങ്ങളും പെണ്ണുങ്ങളുമാക്കി. അമാ തഹ്മിലു മിൻ ഉൻസ ഒരു പെണ്ണും ഗർഭം ചുമക്കുന്നില്ല വലാ തളോ ഒരു പെണ്ണും പ്രസവിക്കുന്നില്ല ഇല്ലാ ബി ഇൽമിഹി അള്ളാഹുവിൻ്റെ അറിവോടുകൂടി അല്ലാതെ അത് ഇല്ലാ ബി ഇൽമി എന്നുള്ളത് ഹാലാണ്. അതായത് മഅലൂമത്തുൽ ലഹു അള്ളാഹുവിന് അത് അറിയപ്പെട്ട നിലക്കായിട്ടല്ലാതെ. ഒമായി അമർ മിൻ ഒരു ആയുസ് കൂട്ടപ്പെട്ടതിൻ്റെ ആയുസ് കൂട്ടപ്പെടുന്നില്ല. അതായത് മായുസാദോ അഥവാ വർദ്ധിപ്പിക്കപ്പെടുന്നില്ല. ഫി ഉമുരി തവീലിൽ ഉമുരി ഫി തവീലിൽ ഫി തവീലി ഉംരി അല്ല ഫി ഉംരി തവീലിൽ ഉംരി ആയുസ് നീട്ടപ്പെട്ടവൻ്റെ ആയുസ്സിൽ വർദ്ധിപ്പിക്കപ്പെടുന്നില്ല. അലായും കസുമിൻ അമരിഹി ഐ ദാലിക്കൽ അമരി ആ ആയുസ് നീട്ടപ്പെട്ടവൻ്റെ ആയുസ്സിൽ നിന്ന് കുറക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഔ ഇവിടെ ഇപ്പം മീൻ അമരി എന്നുള്ളത് വേറെ ഔ മുഅമ്മരിൻ ആഖർ അല്ലെങ്കിൽ വേറെ ആയുസ് നീട്ടപ്പെട്ടവൻ അവൻ്റെ ആയുസ്സിൽ നിന്നും കുറക്കപ്പെടുന്നില്ല. ഇല്ലാ ഫി കിതാബ് അത് കിതാബിലായിട്ടല്ലാതെ ലഹുൽ മഹ്ഫൂദ് അഥവാ ഈ വിഷയങ്ങളൊക്കെ ലഹുൽ മഹ്ഫൂദ് രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഇന്നതാലിക്കാന്ന് തീർച്ചയായും അത് അലല്ലാഹി യസീർ അള്ളാഹുവിന് യസീറാണ് എളുപ്പമുള്ളതാണ്. ഹയ്യു സിമ്പിളായതാണ്. മൈസ്ത്രീൽ ബഹറാനി ഈ രണ്ട് കടലുകളും സെയിമല്ല ഒരേപോലെയല്ല. ഹാദ അദ്ബുൻ ഫുറാത്ത് ഇത് അദ്ബും ഫുറാത്തുമാണ്. അദ്ബു എന്ന് വെച്ചാൽ തന്നെ ശുദ്ധമായതെന്നാണ്. ഫുറാത്ത് എന്ന് വെച്ചാൽ അത്യന്തം ശുദ്ധമായതെന്നാണ്. അഥവാ ഷദീദുൽ അദൂബത്ത് എന്താണ് വളരെ ശക്തമായത് വളരെ ശുദ്ധമായതെന്നാണ്. അപ്പോൾ ശുദ്ധവും അതിശുദ്ധവുമായ ഇതാണ് ഈ വെള്ളം. സായിഹുൻ സൗകര്യപ്പെട്ടതാണ്. ഷറാബുഹു അതിൻ്റെ കുടി അല്ലേ. ഷുർബുഹു ഷറാബു എന്ന് പറഞ്ഞാൽ ഷുർബുഹു അതിനെ കുടിക്കൽ എളുപ്പമാണ്. അപ്പോൾ കുടിക്കുകയാണെങ്കിൽ തൊണ്ടയിൽ കെട്ടി കിടക്കാതെ അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങുന്നതാണ്. അങ്ങനത്തെ വെള്ളമാണിത്. നല്ല വളരെ ഫ്രഷ് വെള്ളം. അതാ മിൽഹുൻ ഈ വെള്ളമോ അത് മിൽഹു ഉപ്പ് വെള്ളമാണ്. ഉജാജ് അതിശക്തമായ ഉപ്പ് ചുവയുള്ള വെള്ളമാണ്. ഷദീദുൽ മലൂഹത്ത് അല്ലെ ഉപ്പ് ശക്തമായ വെള്ളമാണിത്. അമീൻ കുല്ലിം മിൻഹുമ അപ്പോൾ ശക്തമായ രണ്ടു തരം ജലാശയങ്ങളാണല്ലോ ലോകത്തുള്ളത്. അപ്പം അമീൻ കുല്ലിം മിൻഹുമ അവ രണ്ടിൽ നിന്നും ഓരോന്നിൽ നിന്നും കുലുവിനെ നിങ്ങൾ കഴിക്കുന്നു ലഹമൻ തരിയ പച്ച മാംസത്തെ ഹോസ് നമുക്ക് അതായത് മത്സ്യം ശുദ്ധജല മത്സ്യങ്ങളുണ്ടാകും സമുദ്രജല മത്സ്യങ്ങൾ കായലിൽ നിന്ന് മത്സ്യം കിട്ടും അല്ലാതെ പുഴകളിൽ നിന്നും കിട്ടും പിന്നെ അതല്ലാതെ സമുദ്രത്തിൽ നിന്ന് കിട്ടും. തസ്തഖരിജുനെ നിങ്ങൾ പുറപ്പെടുവിക്കുന്നു മിനൽ മിൽഹിൽ നിന്ന് അതായത് ഉപ്പ് വെള്ളത്തിൽ നിങ്ങൾ പുറപ്പെടുവിക്കുന്നു. വക്കീല ഒരഭിപ്രായമുണ്ട് മിൻഹും ആ രണ്ടിൽ നിന്ന് ഉപ്പ് ജലത്തിൽ നിന്ന് മാത്രമല്ല ശുദ്ധവെള്ളത്തിൽ നിന്നും ഈ പറയാൻ പോകുന്ന സാധനം നിങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. എന്താണ് ഹില്യത്തിന് ആഭരണങ്ങളെ തൽബസുന നിങ്ങൾ അതിനെന്ത് ചെയ്യും ധരിക്കും. നിങ്ങൾ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ് അത് ഹുൽ മർജാനോ മുത്തും അതുപോലെ തന്നെ പവിഴും ഒക്കെയാണ്. ആ മുത്തും പവിഴൊക്കെ നിങ്ങൾക്ക് ഈ ശുദ്ധ ജലത്തിൽ നിന്നും കിട്ടുന്ന കീല പ്രകാരം പ്രബലമായ മറ്റേ അഭിപ്രായ പ്രകാരം എന്താണ് സമുദ്രത്തിൽ നിന്നാണല്ലോ മുത്തും പവിഴൊക്കെ കിട്ടുന്നത്. ആ തറാ തുബസുറു താങ്കൾ കാണും അൽ ഫുൽക്കിനെ ഫുൽക്ക് എന്നുള്ള പദം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ബഹുവചനാർത്ഥത്തിലും അതുപോലെ തന്നെ ഏകവചനാർത്ഥത്തിലും എന്ത് ചെയ്യാറുണ്ട് വരാറുണ്ട്. ഇതിപ്പം ബഹുവചനാർത്ഥ ആണ് ഇവിടെ മുഫസ്സിർ എടുത്തിട്ടുള്ളത്. അത് തഫ്സീർ റാസിയിൽ കണ്ടിട്ടുണ്ട് രണ്ടർത്ഥത്തിലും വരുന്നത്. കാരണം ഖുർആൻ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവും ചില സന്ദർഭത്തിൽ അങ്ങനെയും കാണാറുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പം ബഹുവചനം എന്നുള്ളതൊക്കെ കൊടുത്തിരിക്കുന്നത് സുഫിന
സഫീനത്തിന് ജമ്മാണല്ലോ കപ്പലുകളെ താങ്കൾ കാണും. ഫിഹി അതിൽ വെച്ചാൽ ഫി കുല്ലി മിനുമ ഈ രണ്ട് ശുദ്ധജലത്തിലും സമുദ്രജലത്തിലൊക്കെ എന്ത് കാണും മവാഹിറായിട്ട്, അതായത് മുറിച്ചു കിടക്കുന്നവകളായിട്ട്, മുഹൂറു വെള്ളത്തെ മുറിച്ചു കിടക്കുന്നതായിട്ട്, അതായത് തശുക്കുഹു വെള്ളത്തെ കീറി മുറിക്കുന്നതായിട്ട്, ബിജരിയാതെ ഒഴിവ് സഞ്ചരിക്കൽ കൊണ്ട് ഫി ഈ ജലത്തിൽ മുഖബിലത്തെ മുന്നോട്ടായ നിലക്ക് മുതറത്തെ പിന്നോട്ടായ നിലക്ക് ബിരീഹിൻ വായത് ഒരൊറ്റ കാറ്റിന് സഹായത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെന്നിരിക്കും. ഈ തബുലു നിങ്ങൾ പ്രാപിക്കാൻ വേണ്ടി അഥവാ തത്തുലുബ് നിങ്ങൾ തേടി പിടിക്കാൻ വേണ്ടി മിനി ഫിഹി നിങ്ങൾ എടുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അവതാരത്തിനും അള്ളാഹു താലയുടെ അവതാരത്തിനും ബിത്തജാത്തി കച്ചവടം ചെയ്യൽ കൊണ്ട് ഒരാൾക്ക് നഷ്കുറ നിങ്ങൾ നന്ദിയുള്ളവരാൻ വേണ്ടി അള്ളാഹുവിനോട് അല്ലാതാലിക്ക് അതിൻ്റെ പേര് അള്ളാഹു പ്രവേശിപ്പിക്കുന്ന അല്ലയില്ല രാത്രി ഹിന്നഹാരി പകലിൽ. അപ്പം രാത്രി പകലിൽ പ്രവേശിപ്പിക്കുമ്പോൾ എന്താവും പകൽ ഫൈസ് ചെയ്തു അത് വർദ്ധിക്കും. വയ്യുലു ജിന്നഹാറ യുദുഹുലുഹു അള്ളാഹു പകലിനെ പ്രവേശിപ്പിക്കുന്നു ഫിലയിൽ രാത്രി അങ്ങനെ ഫൈസ് ചെയ്തു രാത്രി വർദ്ധിക്കും. നമുക്കറിയാം സൂര്യൻ്റെ അക്ഷയനം കാരണം കൊല്ലത്തെ ചില ദിവസങ്ങളിൽ എന്ത് ചെയ്യും പകൽ കുറച്ച് കൂടുതലായിരിക്കും, രാത്രി കുറവായിരിക്കും, പിന്നെ രാത്രി കൂടുതലായിരിക്കും, പകൽ കുറവായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. പിന്നെ അവസഹർഷം സോല കമറ അള്ളാഹു സൂര്യനെയും ചന്ദ്രനെയൊക്കെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന കൊല്ലിൻ മിനിഹും ആ സൂര്യൻ എന്തിനും രണ്ടെണ്ണത്തിൽ നിന്നും ഓരോന്നും എജിരിയത് സഞ്ചരിക്കുന്നു ഫി ഫലക്കി അതിൻ്റെ ഫലക്കിൽ അഥവാ അതിൻ്റെ സഞ്ചാരപഥത്തിൽ അത് സഞ്ചരിക്കുന്നു. അല്ലെ അതിൽ മുസമ്മ ഒരു നിശ്ചയാവധി വരെ അഥവാ യൗമുൽ ഖിയാമ അന്ത്യദിനം വരെ. ദാലിക്കും അല്ലാഹു റബ്ബുക നിങ്ങളുടെ റബ്ബാണ്, യൗമുൽ മുൽക്ക് അവനാണ് അധികാര രാജാധികാരം, വല്ലദീന് ചിലവകൾ ചില സാധനങ്ങൾ തദ്ഉന എന്ന് പറഞ്ഞാൽ നിങ്ങൾ തേടുന്നു അഥവാ താപുദന നിങ്ങൾ ആരാധിക്കുന്നു ബിന്ദുവിനെ അള്ളാഹുവിനെ കൂടാതെ വൈരി അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന ഇതൊക്കെ വഹുമുൽ അസ്നാം അതൊക്കെ വിഗ്രഹങ്ങളാണ്. അവകളൊക്കെ മായം ലിക്കുന അവകളൊന്നും ഉടമപ്പെടുത്തുന്നില്ല. മിൻ കിത്തിമീർ ഒരു കിത്തിമീർ പോലും. കിത്തിമീർ എന്ന് വെച്ചാൽ ലഫാഫത്തിൻ നവാത്തി ഈ ഈന്തപ്പന കുരുവിൻ്റെ പാള് എന്താണ് അതിൻ്റെ തൊലിയാണ്. ഇന്തദുഉഹും നിങ്ങൾ അവയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആക്കും നിങ്ങളുടെ പ്രാർത്ഥനയെ അവറ്റകൾ കേൾക്കുകയില്ല. വലൗ സമീഉ ഫർദൻ ഇനി സങ്കല്പത്തിൽ ഫർദൻ എന്ന് വെച്ചാൽ സങ്കല്പിച്ച് തന്നെ സങ്കല്പത്തിൽ അവയെങ്ങനെ കേട്ടാൽ തന്നെ മസ്തജാബൂലക്കും അവകൾ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. മാ അജാബൂക്ക് അവകൾ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല എന്നർത്ഥം. വയൗമൽ ഖിയാമത്തി അന്ത്യദിനത്തിൽ യക്ഫുറൂന അവറ്റകൾ നിഷേധിക്കും ബിശിർക്കൊക്കെ നിങ്ങളുടെ ഈ പങ്കു ചേർക്കലിനെ ബിശ്റാക്കിക്കും നിങ്ങളുടെ പങ്കു ചേർക്കലിനെ അവറ്റകൾ നിഷേധിക്കും. നിങ്ങൾ പങ്കു ചേർക്കലിനെ ഇയാഹും അവറ്റകളെ അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കേണ്ട സ്ഥാനത്ത് ഇവറ്റകളെ ആരാധിച്ചു എന്ന ആ ഒരു വസ്തുതയെ അവറ്റകൾ എന്ത് ചെയ്യുക അന്ത്യദിനത്തിന് നിഷേധിക്കും. അതായത് യതബറഊന മിൻകും നിങ്ങളിൽ നിന്നും അവർ വിമുക്തരായി മാറും, ഒഴിഞ്ഞു മാറും. അമിൻ ഇബാദത്തിക്കും ഇയാഹും നിങ്ങൾ അവറ്റകളെ ആരാധിച്ച ആ ആരാധനയിൽ നിന്നും അത് ഒഴിഞ്ഞു മാറും. എന്തൊന്നും പാപഭാരം പാറാൻ ഞങ്ങളില്ലേ എന്ന് പറഞ്ഞിട്ട് അവറ്റകൾ പിന്മാറും അന്ത്യദിനത്തിൽ. വലായുനബ്ബിഉക അങ്ങേക്ക് അറിയിച്ച് തരുകയില്ല. മിസ്ലി ഖബീറിനെ പോലുള്ള ഒരാൾ. ബിഅഹ്വാലി ദാറൈനി ഇരു ഭവനങ്ങളുടെയും അവസ്ഥയെപ്പറ്റി. ഇരുഭവനങ്ങളെന്ന് പറഞ്ഞാൽ ദുനിയാവ് ആഖിറത്തിനെ പറ്റിയൊന്നും അറിയിച്ചു തരികയില്ല, മനസ്സിലാക്കി തരികയില്ല. മിസ്ലി ഖബീറിനെ പോലെ വേറൊരാൾ. ഖബീർ ആരാണ്? ഹലീം. ഖബീർ എന്ന് വെച്ചാൽ ആലിമായ ആലിമുൽ ഖൈബായ അള്ളാഹുവിനെ പോലെ വേറൊരാൾ. അള്ളാഹു തആല അള്ളയാണ്. അപ്പോൾ അള്ളാഹ് അല്ലാതെ വേറൊരാൾ അള്ളാഹിനെ പോലെ ഇതുപോലെ സംഗതികളൊന്നും അങ്ങേക്ക് അറിയിച്ചു തരൂല നബിയെ. യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ അൻതുമുൽ ഫുഖറാ നിങ്ങൾ ആവശ്യക്കാരാണ് ഇലല്ലാഹി അള്ളാഹുവിലേക്ക് ബികുല്ലി ഹാൽ സർവ്വ അവസ്ഥയിലും. അള്ളാഹു അവൻ തന്നെയാണ് ഗനിയ്യ് ആവശ്യം തീർന്നു. അതിനെ ഹൽക്കി തൻ്റെ സൃഷ്ടികളെ തൊട്ട് ആവശ്യം തീർന്ന ധനികൻ അല്ലെങ്കിൽ എന്താണ് ധന്യത ഉള്ളവൻ അള്ളാഹു തന്നെയാണ്. അല്ല ഹമീദ് എന്ന് വെച്ചാൽ മഹമ്മദു ഫി സുന്നിഹ അവൻ്റെ പ്രവർത്തനത്തിൽ സ്തുത്യർഹനായവൻ അള്ളാഹ് മാത്രമാണ്. ബിഹി അവരെയും കൊണ്ട് അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങളിൽ ഈ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ ഉദ്ദേശിച്ച യുദ്ധീബ് നിങ്ങളെ പൊക്കിക്കളയും. വയ്യത്തിബി ഹലക്കൻ ജദീദ് പുതിയ മറ്റൊരു സൃഷ്ടിയെ കൊണ്ടുവരും. ബദലക്കും നിങ്ങൾക്ക് പകരം. അമാദാലിക്കാൽ അള്ളാഹുവിൻ്റെ മേൽ അത് അല്ല ബി അസീസ് പ്രയാസം ആയതല്ല, ഷദീദ് ശക്തമായതല്ല, പ്രയാസകരമല്ല വേറൊരാളെ കൊണ്ടുവരിക എന്നുള്ളത്, വേറൊരു സമൂഹത്തെ കൊണ്ടുവരിക എന്നുള്ളത്. വലാ തസിറു നഫ്സുൻ ഒരു നഫ്സും ചുമക്കുകയില്ല അല്ലെ. വാസിറത്തുൻ ചുമക്കുന്ന ഒരു നഫ്സും അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആസിമത്തുൻ കുറ്റം ചെയ്ത ചുമക്കുന്ന ഒരു നഫ്സും ചുമക്കുകയില്ല. ലാ തഹ്മലു ഒരു നഫ്സും ചുമക്കുകയില്ല.
വിസറ നഫ്സിൻ ഉഖറ, മറ്റൊരു നഫ്സിനെയും പാപഭാരം. അപ്പോൾ ഒരാൾ മറ്റൊരാളുടെ പാപഭാരത്തെ ചുമക്കുകയില്ല. ഐൻ തദഉ നഫ്സുൻ മുസ്ഖലത്തുൻ ബിൽ വസിരി, അല്ലേ, അല്ല ബിൽ വിസിരി, പാപഭാരം കൊണ്ട് ഭാരമേറ്റപ്പെട്ട ഏതൊരു നഫ്സ് ആവശ്യപ്പെട്ടാലും, അല്ലെ, വൈൻ തദഉ, അല്ലെ, ആവശ്യപ്പെട്ടാൽ നഫ്സുൻ, ഏതൊരു നഫ്സും, മുസ്കലത്തുൻ, ഭാരമേറ്റപ്പെട്ട, ബിൽ വിസിരി, പാപഭാരം കൊണ്ട്. അപ്പോൾ പാപഭാരം കൊണ്ട് ഭാരം ഏറ്റപ്പെട്ട ഏതൊരു നഫ്സും തേടിയാൽ ഇലാ ഹിംലിഹി, അതിനെ വഹിക്കുന്നതിലേക്ക്, മിൻഹു, തന്നിൽ നിന്നും, അതായത് അഹദൻ, ആരെങ്കിലും വിളിച്ചാൽ, ലിയഹമല ബാലഹു, അതിൽ കുറച്ച് ചുമക്കാൻ വേണ്ടി. അപ്പോൾ ഒരു പാപിയായ ഒരാൾ, അയാളുടെ പാപഭാരം ഒരല്പം പേറാൻ വേണ്ടി വേറൊരാളോട് ആവശ്യപ്പെട്ടാൽ, ലാ യുഹമൽ മിനു ഷെയ്യുൻ, അതിൽ നിന്ന് ഒരല്പം പോലും ചുമക്കപ്പെടുന്നതല്ല, വേറൊരാൾക്ക് ചുമക്കാനാവൂല എന്ന്. വലോ കാനൽ മദഉ ദാ ഖുർബ, ഈ വിളിക്കപ്പെട്ട ആൾ, ആവശ്യപ്പെട്ട ആൾ, ആരോടാണ് ആവശ്യപ്പെട്ടത്, അയാൾ ദാ ഖുർബയാണെങ്കിലും, കുടുംബബന്ധമുള്ള ആളാണെങ്കിലും, അഥവാ ഖറാബത്തിൽ, ബന്ധമുള്ള ആളാണെങ്കിലും, കല്ലാബി, പിതാവിനെ പോലെ, വലിബിന്, മോനെ പോലെ. വാദമുൽ ഹംലി ഫിഷിഖൈനി, ഈ രണ്ട് സ്ഥലത്തും ചുമക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ. ഇവിടെ വല തസിറു വാസിറത്തും വിസറുഹറ എന്നും പറഞ്ഞു, ലാ യുഹ്മൽ മിൻഹു ഷെയ്ഉൻ എന്നും പറഞ്ഞു. ഈ രണ്ട് ഇടങ്ങളിലും, അല്ലെ, രണ്ട് ഭാഗങ്ങളിലുമുള്ള ചുമക്കാതിരിക്കുക എന്നുള്ളത് അത് ഹുക്കുമിനത്, അള്ളാഹു എന്നുള്ള വിധിയാണ്. അതായത് ഒരാൾക്ക് മറ്റൊരാളുടെ ഭാരം ചുമക്കാൻ പറ്റൂല എന്ന് അള്ളാഹ് വിധിച്ച വിധിയാണത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, പിതാവാണെങ്കിൽ പോലും ഒരു മോൻ്റെ പാപഭാരമൊന്നും പേറൂല, അല്ലെങ്കിൽ മോനാണെങ്കിൽ പിതാവിൻ്റെ ഭാരഭാരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും എന്തില്ല ചുമക്കൂല. ആർക്കും ഒരാളെ സഹായിക്കാനോ കഴിയുകയില്ല. ഇന്നമാ തുന്തിറുല്ലദീന യഖ്ഷൗന, അങ്ങ് മുന്നറിയിപ്പ് നൽകുന്ന ഒരു കൂട്ടരോട് മാത്രമാണ്. അല്ലദീന, എങ്ങനെയുള്ളൊരു കൂട്ടരാണ്, യഖ്ഷൗന റബ്ബഹും, അവർ തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നു, ബിൽ ഗൈബി, അദൃശ്യതയിൽ തന്നെ, അതായത് യഖാഫൂനഹു, അവർ ഭയപ്പെടുന്നു. അപ്പോൾ അള്ളാഹിനെ കാണാതെ തന്നെ അള്ളാഹിനെ ഭയപ്പെടുന്ന സമൂഹത്തിന് മാത്രമേ അങ്ങ് എന്ത് ചെയ്യുന്നുള്ളൂ, ഉപകാരപ്രദമായ നിലക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, മുന്നറിയിപ്പ് നൽകുന്നുള്ളൂ. അല്ലാതെ ഇതവർക്ക് ആ മുന്നറിയിപ്പ് സ്വീകാര്യമല്ലല്ലോ. ഒമാറ ഔഹു, ഏതൊരു സ്ഥിതിയിൽ അവരോ അവനെ കണ്ടിട്ടില്ല, അള്ളാഹിനെ കണ്ടിട്ടില്ല, അങ്ങനെ അവരുടെ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾ. അന്നഹും, കാരണം അവരാണ് അവർ അൽമുന്തഫീൻ, അവർ തന്നെയാണ് ഉപകാരം കിട്ടുന്ന ആളുകൾ. ബിലിന്താരി, അങ്ങയുടെ മുന്നറിയിപ്പ് കൊണ്ട് ബാക്കി കാഫിര്യങ്ങൾക്കൊന്നും ഉപകാരം കിട്ടുന്നില്ലല്ലോ. അഖാമു സ്വലാ, പിന്നെ അവർ നിസ്കാരം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അദാഹുമുഹ, അതിനെ അത് നിത്യമാക്കിയിട്ടുണ്ട്. ഒമൻ തസക്ക, ആരെങ്കിലും സംസ്കാരിയായാൽ, അല്ലെ, തസക്ക, അല്ലെങ്കിൽ സംസ്കാരം നേടിയവനായാൽ, സംസ്കാരം ലഭിച്ചവനായാൽ, അഥവാ തതഹറമിനെ ഷിർക്കി, ബഹുദൈവവിശ്വാസത്തിൽ നിന്നും സംസ്കാരം നേടിയവനായാൽ, വൈരി, അതല്ലാത്ത പാപങ്ങളിൽ നിന്നൊക്കെ സംസ്കാരം നേടിയവനായാൽ, ഫൈനമായ തതക്കൽ നഫ്സി, അവൻ സംസ്കാര സമ്പന്നനാവുന്നത് അവന് തന്നെയാണ്, അവന് അതിൻ്റെ ഉപകാരം കിട്ടുക. അപ്പം സ്വലാഹു, അതിൻ്റെ മെച്ചം, മുഖ്തസും ബിഹി, അവനോട് പ്രത്യേകമായതാണ്, അവന് തന്നെ അതിൻ്റെ മെച്ചം ഉണ്ടാവുക. വൈലല്ലാഹിൽ മസീർ, അള്ളാഹുലേക്ക് മാത്രമാണ് മടക്കം, അൽ മർജിഉ, മടക്കം, ഫയജ്സിൽ ബിൽ അമൽ, അങ്ങനെ അള്ളാഹു പ്രതിഫലം നൽകും, ബിൽ അമലിന് പകരം, ഫിൽ ആഖിറത്തിൽ വെച്ച്. ഒമായസ്തവിൽ ആമ വൽ ബസീറു, അന്ധനും ബസീറു, കാഴ്ചയുള്ളവനും സെയിമല്ല, അല്ലേ. അൽ കാഫിറു അൽ മുഅ്മിൻ, ഇവിടെ അന്ധൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഫിറാണ്, സത്യത്തെ കാണാത്ത. അൽ മുഅ്മിൻ വെച്ചാൽ സത്യത്തെ കണ്ട സത്യവിശ്വാസിയാണ്. അപ്പോൾ സത്യം നിഷേധിച്ച സത്യവിശ്വാസിയും സമമാവുകയില്ല. വലദ്ദുലുമാത്തു വലന്നൂറ്, പ്രകാശങ്ങൾ, ഇരുട്ടുകളും പ്രകാശവും സമമാവില്ല. ഇരുട്ടുകൾ എന്ന് പറഞ്ഞാൽ അൽ കുഫറാണ്, വ്യത്യസ്തമായ കുഫറിൻ്റെ മാർഗങ്ങളുണ്ട്. ആ സത്യനിഷേധവും ഏക പ്രകാശമായ അൽ ഈമാൻ, സത്യവിശ്വാസവും സെയിം ആവുകയില്ല. വലല്ലില്ലു വലൽ ഹറൂർ, നിഴലും, പിന്നെ ഹറൂർ എന്ന് വെച്ചാൽ ചൂടുള്ള കാറ്റ്, നിഴൽ എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്, അല്ലേ. അപ്പോൾ ചൂടുള്ള കാറ്റാണ് ഏത്, ഹറൂർ എന്നുള്ളത്. അപ്പോൾ ചൂടുള്ള കാറ്റുള്ള സ്ഥലം ഏതാ, നരകമാണ്. അപ്പോൾ ലില്ലു കൊണ്ട് ഉദ്ദേശിക്കുക സ്വർഗ്ഗമാണ്. ജന്ന എന്ന് പറഞ്ഞാൽ തന്നെ തോട്ടമല്ലേ, തോട്ടത്തിന് തണലുണ്ടാവും, അങ്ങനെ. അപ്പോൾ തണലും ചൂട് കാറ്റും സെയിമല്ല, അഥവാ ജന്നത്തും അന്നാറും, സ്വർഗവും നരകവും സെയിമല്ല. ഒമായസ്തവിൽ അഹ്യാഉ വലൽ അംവാദ്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സെയിമല്ല, അഥവാ അൽ മുഅ്മിനൂന വൽ കുഫാർ, ജീവിച്ചിരിക്കുക എന്ന് വെച്ചാൽ യഥാർത്ഥ ജീവൻ, അഥവാ മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികളും, വലൽ കുഫാർ കാഫിര്യങ്ങളും സത്യനിഷേധികളും സെയിമല്ല. സിയാദത്തു ല, മറ്റെവിടെ ഒന്നും എന്തില്ല,
അല്ല ഇവിടെ ഇപ്പം ഒമാസ്തവിൽ ആമാ വൽ ബസീർ വലല്ലുലുമാത്തു വലന്നൂർ വലല്ലില്ലു വലൽ ഹറൂർ അവിടെയൊക്കെ ലാ ദായിദയായി വന്നു ഫി സലാസത്തി. ആദ്യത്തിൽ വന്നില്ല, ഒമാസ്തവിൽ ആമ വലൽ ബസീർ വന്നില്ലല്ലോ. ബാക്കി മൂന്നിടത്ത് എന്ത് ചെയ്തു? ലന്നൂർ, വലന്നൂർ, പിന്നെ വലല്ലിൽ, പിന്നെ വലൽ ഹറൂർ, പിന്നെ വലൽ അംബാത്ത്. അപ്പം വലന്നൂർ, വലൽ ഹറൂർ, വലൽ അംബാത്ത് ഇവിടെ മൂന്നിടങ്ങളിലും ലാ വർദ്ധിച്ചു വന്നു. അത് തക്കീത് ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. ഇന്നല്ലാഹ് തീർച്ചയായും അള്ളാഹു യുസ്മിയവൻ കേൾപ്പിക്കുന്നു മയ്യശ അവൻ ഉദ്ദേശിച്ചവരെ, ഹിദായത്തഹു അവൻ്റെ സന്മാർഗത്തെ അവൻ ഉദ്ദേശിച്ചു. അങ്ങനെയുള്ള ആളുകളെ അവൻ എന്ത് ചെയ്യുന്നുള്ളൂ? കേൾപ്പിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ആളുകളെയാണ് അവൻ കേൾപ്പിക്കുന്നത്. അപ്പോൾ ഫ യുഹീഹി ബിൽ ഈമാനി അവനെ അള്ളാഹു ഈമാൻ കൊണ്ട് സജീവമാക്കുന്നു. ഒമാന്തബി മുസ്ബീൻ അങ്ങ് കേൾപ്പിക്കുന്നില്ല മംഫിൽ കുബൂർ ഖബറുകളിലുള്ള ആളുകളെ, അഥവാ അതിൽ കുഫാർ കാഫര്യങ്ങൾ എന്നാണ്. ഖബറുകളിൽ കേൾക്കൂല എന്നല്ല ഇതിൻ്റെ ഉദ്ദേശം. മറിച്ച് ഖബറുകളിലുള്ളവർക്ക് സമാനമായ കാഫര്യങ്ങൾ എന്ത് ചെയ്യില്ല? അങ്ങ് കേൾപ്പിക്കൂല. ശബ്ബഹും ബിൽ മൗത അള്ളാഹു അവരെ സദൃശ്യമാക്കി കാഫര്യങ്ങളെ മരിച്ചവരോട്. അതുകൊണ്ട് തന്നെ ഫലാ യുജീബുൻ അവരെന്ത് ചെയ്യില്ല? കേൾക്കുകയില്ല. അന്ത ഇല്ല നദീർ അന്ത അങ്ങല്ല, ഇന്ന് വെച്ചാൽ അല്ല എന്നർത്ഥം. അന്ത അങ്ങല്ല, ഇല്ല നദീർ മുന്നറിയിപ്പുകാരനല്ലാതെ അല്ല, മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. മുൻസിറുൽ അവർക്കുള്ള മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. ഇന്നാർസലാക്ക് അങ്ങ് നമ്മ അയച്ചു ബിൽ ഹക്ക് യഥാവിധം ബിൽ ഹക്ക് യാഥാർത്ഥ്യവുമായിട്ട്, ബിൽഹുദ സന്മാർഗവുമായിട്ട്, ബഷീറൻ അങ്ങ് തന്നെ സന്തോഷ വർത്തമാനം അറിയിക്കുന്നവരായ നിലക്ക് മൻ അജാബ ഇലേഹിം അതിലേക്ക് ഉത്തരം നൽകിയ ആളുകൾക്ക്, വനദീറൻ മല്ലം യുജിബ് ഇലേഹി അതിലേക്ക് ഉത്തരം നൽകാത്തവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ആളായിട്ടും, വൈൻ അതും ആയുടെ അർത്ഥത്തിൽ മിൻ ഉമ്മത്തിൻ ഒരു ഉമ്മത്തും നിന്നു അല്ല ഒരു ഉമ്മത്തും ഇല്ല ഇല്ലാ ഹലാ സലഫ ഫിഹ ആ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടല്ലാതെ നദീർ ഒരു മുന്നറിയിപ്പ് നൽകുന്ന ആൾ, നബി ഒരു നബി യുൻദിറുഹ ആ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുന്ന. അപ്പോൾ ഒരു സമൂഹം ആ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ദൂതനും കടന്നു പോകാതിരുന്നിട്ടില്ല. വയ്യുക്കതിബൂക്ക അവരങ്ങനെ അങ്ങേ കളവാക്കുന്നുണ്ടെങ്കിൽ ഈ അഹ്ലു മക്ക മക്കാനിവാസികൾ അങ്ങേ കളവാക്കുന്നുണ്ടെങ്കിൽ പക്കത്ത് കഥബല്ലദീന മീൻ കബിൽ അവരുടെ മുമ്പുള്ള വിഭാഗവും കളവാക്കിയിട്ടുണ്ട്. അഥവാ അവരിലേക്ക് നിയോഗിച്ച ദൂതന്മാരെ. ജാത്തും റുസുലുഹും അവരിലേക്ക് അവരുടെ ദൂതന്മാർ വന്നു അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ബിൽ ബൈനാത്തി അൽ മോജിസാത്തി അല്ലേ പ്രമാണങ്ങളുമായിട്ട് അഥവാ മോജിസത്തുകളുമായിട്ട്, ഒബി സുബുരി സുബറുകളുമായിട്ട് അല്ലെ. സുബർ എന്ന് വെച്ചാൽ കസഹുഫി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഏടുകൾ പോലെ ഓരോ ഏടുകളും ഗ്രന്ഥങ്ങളുമായിട്ട് വന്നു. അബിൽ കിതാബിൽ മുനീർ പ്രഭചരിയുന്ന ഗ്രന്ഥവുമായിട്ട്, തൗറാത്ത് പോലെ ഇഞ്ചിയിൽ പ്രഭചരിയുന്ന ഗ്രന്ഥം, മറ്റേത് ഏടുകൾ എന്ന് വെച്ചാൽ മതി. അപ്പം പ്രഭചരിയുന്ന ഗ്രന്ഥം എന്ന് വെച്ചാൽ മൂസ നബീനെ സംബന്ധിച്ചാകുമ്പോൾ തൗറാത്ത്, ഈസ നബീനെ സംബന്ധിച്ചാകുമ്പോൾ ഇഞ്ചിയിൽ. അതുകൊണ്ട് ഫസ്ബിർ കമാ സബറു അവർ ക്ഷമിച്ചതുപോലെ അങ്ങ് ക്ഷമിക്കും നബിയെ. സുമ്മാഹത്തു പിന്നെ നാം പിടികൂടി അല്ലതിനെ കഫറു കാഫര്യങ്ങളായ ആളുകളെ പിത്തക്കതി അവർ കളവാക്കിയത് കാരണത്താൽ കൈഫക്കാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എതിർപ്പ് എന്നൊന്ന് ആലോചിച്ച് ഒന്ന് കണ്ടു നോക്ക് നബിയെ. ഇൻകാരി അലഹി അവരുടെ മേലുള്ള എൻ്റെ നിരാകരണം എങ്ങനെ ഉണ്ടായിരുന്നു? ബില്ലുക്കുബത്തി ശിക്ഷ കൊണ്ടുള്ള വലിഹിലാക്ക് നശിപ്പിക്കൽ കൊണ്ടുള്ള അതായത് ഹു ആക്കിയും മൗക്കിഹു അതായത് അള്ളാഹുവിൻ്റെ ശിക്ഷയും പ്രതികാര നടപടിയൊക്കെ അത് നടക്കേണ്ട ഇടത്ത് തന്നെ നടന്നിട്ടുണ്ട്. വാക്കി ഉണ്ടായിട്ടുണ്ട്, മൗക്കിയോ ഉണ്ടാവേണ്ട ഇടത്ത്. അലം തറ താലം അങ്ങക്ക് അറിയില്ല നബിയെ, അങ്ങ് കണ്ടില്ല, അങ്ങക്ക് അറിയില്ല. അന്നല്ലാഹ തീർച്ചയായും അള്ളാഹു തആല അൻസലമിനെ സമായി ആ ആകാശത്തും വെള്ളത്തെ ഇറക്കി ഫാഹ്റജിന അങ്ങനെ നാം പുറപ്പെടുവിച്ചു ഫീഹി അല്ല ഫാഹ്റജ നാം പുറപ്പെടുവിച്ചു ഫീഹി അതിലുണ്ട് ഇൽത്തിഫാത്തിന് അല്ലെങ്കിൽ ഹൊയ്ബത്തിന് തൊട്ടുള്ള ഇൽത്തിഫാത്തുണ്ട്. കാരണം അള്ളാഹു ഇറക്കി പിന്നെ നാം പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞു. സംഗതി ഒരാൾ തന്നെ അള്ളാഹ് തന്നെ അള്ളാഹിനെ പറ്റി ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അവനെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആദ്യം അള്ളാഹ് എന്ന് പരിചയപ്പെടുത്തിയിട്ട് പിന്നെ ഞാനെന്ന് പറഞ്ഞു. അപ്പം ഗൈബത്തിൽ നിന്നും എന്തിലേക്ക് ഖിതാബിലേക്ക് ഒരു നീങ്ങലുണ്ട്, ഒരു ഇൽത്തിഫാത്തുണ്ട്, ഒരു തിരിയലുണ്ട്. ബിഹി നാം എന്നിട്ട് ആ വെള്ളം കൊണ്ട് പുറപ്പെടുവിച്ചു സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനി സമറാത്തിൻ കായികനികളെ മുഖ്തലിഫൻ അൽവാനി അങ്ങനത്തെ കായികനികൾ മുഖ്തലിഫൻ വ്യത്യസ്തങ്ങളായ അല്ലേ വ്യത്യസ്തങ്ങളായ സമറാത്തിൻ്റെ സബബിയായ സിഫത്ത് എന്നാണ് പറയുക. കാരണം മുഖ്തലിഫൻ എന്നുള്ളത് സമറാത്തിലേക്കുള്ള മടങ്ങുന്ന അമീർ മുഖ്തലിഫൻ ഇല്ല, മറിച്ച് അതിൻ്റെ ഫായിലായ അൽവാനുഹ എന്നതിലാണുള്ളത്. അഥവാ അതിൻ്റെ നിറങ്ങൾ എന്താണ് വ്യത്യസ്തമാണ്, അങ്ങനെയുള്ള കായികനികൾ. അപ്പം നിറങ്ങളിൽ വ്യത്യസ്തമായ കായികനികൾ ആ മഴവെള്ളം കൊണ്ട് നാം എന്ത് ചെയ്തു പുറപ്പെടുവിച്ചു. അഹ്ലറ പച്ച പോലെ, വ അഹ്മറ ചുവന്ന പോലെ, വ അസ്ഫറ മഞ്ഞ പോലെ, വഗൈരിഹ അതല്ലാത്ത പോലെ. വമിനൽ ജിബാലി പർവ്വതങ്ങളുടെ കൂട്ടത്തിലുണ്ട് ജുദതുണ്ട്. ജുദത് എന്ന് വെച്ചാൽ ജമീ ജുദ്ദത്ത് എന്നതിൻ്റെ ബഹുവചനമാണ്. തരീഖും ഫിൽ ജബലി വഹൈരിഹി അത് പർവ്വതത്തിലുള്ള ഒരു വഴിയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ പർവ്വതത്തിലുള്ള വഴി, പിന്നെ
പർവ്വതത്തിലും പർവ്വതം അല്ലാത്തതിലുമുള്ള വഴിക്കൊക്കെ എന്ത് പറയും? ജുദദ് എന്ന് പറയും. ജുദദുൻ ബീലും വഹമുറുൻ. പർവ്വതങ്ങളിലുണ്ട് വഴികൾ. ബീലും വഹമുറുൻ ചുവന്നതും ബീലെന്ന് വെച്ചാൽ വെളുത്തവകളും വഹുമ്രുൻ ചുമന്നകളുമായ. അപ്പം അബിയലിൻ്റെയും ബൈലാലിൻ്റെയും ഒക്കെ ജമ്മ് ബീൽ എന്ന വസനിലാണ് വരിക. അഹ്മറിൻ്റെയും ഹംറ എന്ന് പറഞ്ഞാൽ ചുവന്ന ആണ്, ഹംറ ചുവന്ന പെണ്ണ്, അതിൻ്റെയൊക്കെ ജമ്മ് ഹുംറു എന്നാണ് വരിക. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ബഹുവചനം ഒരേ കണക്കാണ്. സുഫ്ർ മഞ്ഞകൾ. അപ്പം മഞ്ഞ കളറുള്ളവകളും ചുവന്ന കളറുള്ളവകളും വെളുത്ത കളറുള്ളവകളുമായ ഇതൊക്കെ ആവുകളിലുണ്ട്, വഴികളൊക്കെ. അഥവാ ഓരോരോ വര പോലെ അങ്ങനെ ഉണ്ടാവും. മുഖ്തലിഫുൻ അൽവാനുഹ നിറങ്ങൾ വ്യത്യസ്തങ്ങളായ. ബിഷിദ്ദത്തി ലോഫി ചുവന്ന തന്നെയാണെങ്കിൽ വ്യത്യസ്തമായ ചുവപ്പ്. ബിഷിദ്ദത്തി കടുപ്പത്തിനും ലൊഫി അല്ലെങ്കിൽ ലൊഫ് എന്നും പറയാം. ലൈഫ് എന്ന് ചേരിട്ടിയാണ്. ലൊഫും ദുർബലമായ എന്നർത്ഥം. അപ്പം ദുർബലവും ശക്തവും ഡാർക്കും ലൈറ്റുമായ കളറുകൾ. വഗറാബീബ് സൂദ് ഗറാബീബ് എന്ന് പറഞ്ഞാൽ പാറക്കല്ലുകളാണ്. പർവ്വതം കൊണ്ട് പാറക്കല്ലുകളുണ്ട്. സൂദ് കറുത്തകളായ. അത് അത്തുഫുൻ അല ജുദദ് എന്നതിന്മേൽ അത്തുഫ് ചെയ്താണ്. ജുദദുൻ എന്നതിന്മേൽ അത്തുഫ് ചെയ്ത്. അതായത് സുഹൂറുൻ ഷദീദത്തു സവാദിക്ക ശക്തമായ കറുത്ത നിറമുള്ള പാറകൾ, കരിമ്പാറകൾ. യുക്കാലു കസീറൻ പലപ്പോഴായി പറയപ്പെടാറുണ്ട്. എന്ത്? അസ്വദു ഹരീബുൻ എന്ന് പറയാറുണ്ട്. അസ്വദു ഹരീബുൻ. അപ്പോൾ കലീൽ കുറഞ്ഞ നിലയ്ക്ക് പറയാറുണ്ട്. അസ്വദു ഹൊർബീബ് എന്ന് പറയാറുണ്ട്. അപ്പോൾ കലീൽ ഹൊർബീബ് അസ്വദു എന്ന നിലയ്ക്ക് പറയാറുണ്ട്. അതായത് സിഫത്ത് മൗസൂഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കാറുണ്ട് എന്ന്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഹൊറാബീബ് സൂദ് എന്നുള്ളത് കുറഞ്ഞൊരു പ്രയോഗമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ അങ്ങനെ വരാറില്ല. അറബി ഭാഷയിലുള്ള കുറഞ്ഞ നിലക്കുള്ള പ്രയോഗവും ഖുർആൻ ആയിട്ട് വരാവുന്നതാണ്. ഖുർആൻ മുതവാത്തിറാവാൻ 3 നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അറബി ഭാഷയിലുള്ള നെഹ്വിൽ അംഗീകരിക്കപ്പെടുന്ന കുറഞ്ഞ പ്രയോഗമാണെങ്കിലും വരും. അപ്പോൾ അതൊരു കുറഞ്ഞ പ്രയോഗമാണ്. ഇത് ഹൊറാബീബ് സൂദ്. സാധാരണ പറയാറുള്ളത് അസ്വദ് ഹൊർബീബ് എന്നാണ്. ഹൊർബീബിൻ്റെ ജമ്മാണ് ഹൊറാബീബ്, അഥവാ കറുത്ത പാറക്കല്ലുകൾ തന്നെ. വമിനൻ നാസി ഇനി ജനങ്ങളുടെ ഇങ്ങോട്ടൊന്നും അവിടെ വ്യത്യാസം കാണാം. വമിനൻ നാസി വദ്ദവാബി വൽ അനാമി ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മൃഗങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ആട് മാട് ഒട്ടകങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മുഖ്തലിഫുൻ അൽവാനുഹു നിറങ്ങൾ വ്യത്യസ്തമായ കദാലിക അപ്രകാരം തന്നെ. അത് ഏതുപോലെ ഇഖ്തിലാഫി സിമാരി വൽ ജിമാലി കായ്കളും വ്യത്യസ്തമായ കായ്കനികളെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ വ്യത്യസ്തമായ കളറിലുള്ള പർവ്വതങ്ങളെ പറ്റി പറഞ്ഞു. അതുപോലെ ആളുകളുടെയും ജീവികളുടെയും ആട് മാട് ഒട്ടകങ്ങളുടെയും വിഷയത്തിലുണ്ട്. കൂട്ടത്തിലുണ്ട്. യഖ്ഷല്ലാഹ അല്ലാഹുവിനെ ഭയപ്പെടുന്ന മിൻ ഇബാദിഹി അല്ലാഹുവിൻ്റെ അടിമകൾ അൽ ഉലമാഉ പണ്ഡിതന്മാർ മാത്രമാണ്. ബിഖിലാഫിൽ ജുഹാരി വിവരദോഷികൾക്കെതിരായിട്ട് കുഫാരി മക്കയിലുള്ള കാഫിര്യങ്ങളെ പോലുള്ള വിവരദോഷികൾ അള്ളാഹിനെ പേടിക്കില്ല. വിവരമുള്ളവർ എന്ത് ചെയ്യും? അള്ളാഹിനെ പേടിക്കും. അവരെ അള്ളാഹിനെ പേടിക്കുള്ളൂ. ഇന്നല്ലാഹ അസീസും ഫീ മുൽക്കി അള്ളാഹു എൻ്റെ രാജാധികാരത്തിൽ പ്രതാപിയാണ്. ഗഫൂറുൽ ലിദുനൂബി ഇബാദി തൻ്റെ അടിമകളുടെ പാപങ്ങൾ വേറെ പുറത്തു കൊടുക്കുന്നവനാണ്. അഥവാ തൻ്റെ അടിമകൾ എന്ന് വെച്ചാൽ മുഅ്മിനീൻ സത്യവിശ്വാസികളായ തൻ്റെ അടിമകൾ. ഇന്നല്ലദീന തീർച്ചയായും വിഭാഗാളുകൾ യത്ലൂന യഖ്റഊന അവർ പാരായണം ചെയ്യുന്നു കിതാബ് അല്ലാഹി അല്ലാഹുവിൻ്റെ കിതാബിനെ വേദഗ്രന്ഥത്തെ അഖാമുസ്സലാത്ത് നിസ്കാരത്തെ നിലനിർത്തുന്നു. അദാമു അതിനെ നിത്യമാക്കിയിട്ടുണ്ട്. അൻഫഖു അവർ ചെലവഴിച്ചിട്ടുണ്ട്. മിമ്മാ റസഖനാഹും നാം അവർക്ക് നൽകിയതിൽ നിന്നും സിർറൻ രഹസ്യമായിട്ടും അലാനത്ത് പരസ്യമായിട്ടും സക്കാത്തിന് വഗൈരിഹ പരസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സക്കാത്തായ നിലക്ക് അതല്ലാത്തതായ നിലയ്ക്കൊക്കെ. യർജൂന തിജാറത്തൻ ഒരു ലാഭത്തെ പ്രതീക്ഷിക്കുന്നവരായ നിലക്ക്. ലൻ തബൂർ എന്ന് വെച്ചാൽ തഹ്ലിക ഒരിക്കലും നശിക്കാത്തതായ ഒരു ലാഭം, നഷ്ടം പറ്റാത്തതായ ലാഭം കച്ചവടം ഉദ്ദേശം. ലിയുവഫിയഹും അള്ളാഹു അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി അവരുടെ പ്രതിഫലത്തെ മധുക്കറ പറയപ്പെട്ട അവരുടെ കർമ്മങ്ങളുടെ പ്രതിഫലത്തെ അവർക്ക് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി വയസീദുഹും മിൻ ഫദ്ലി അതിന് പുറമെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിന് അവർക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയും. ഇന്നഹു ഗഫൂറുൽ ലിദുനബി അള്ളാഹുടെ പാവങ്ങളെ ഏറെ പൊറുക്കുന്നവനാണ്. ഷക്കൂറുൽ ലിത്വാഅതിഹിം അവരുടെ വഴിപ്പെടലിന് അള്ളാഹു ഏറെ നന്ദി ചെയ്യുന്നവനാണ്. അതായത് തിരിച്ച് പ്രതിഫലം കൊടുക്കുന്നവനാണ്. വല്ലദീ ഒരുവൻ ഔഹൈനാ ഇലൈക അങ്ങയിലേക്ക് ദിവ്യബോധനം നൽകിയ ഒരുവൻ മിനൽ കിതാബി വേദഗ്രന്ഥത്താൽ അൽ ഖുർആൻ അഥവാ ഖുർആനിലാൽ ഹുവൽ ഹഖു ആ ഖുർആൻ അതെന്താണ്? അത് തന്നെയാണ് ഹക്ക്. അങ്ങനെ വേണ്ട, ഔഹൈന നാം നൽകുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ്. അല്ലാതെ ഒരു ഗ്രന്ഥം ഒന്ന് ഔഹൈന എന്ന് വെച്ചാൽ ഔഹൈനാഹു നാം അതിനെ ദിവ്യബോധനമായി നൽകി അങ്ങയിലേക്ക്. അതെന്താണ്? വിശുദ്ധ ഖുർആനാണ്.
അപ്പോൾ അങ്ങയിലേക്ക് നാം ദിവ്യബോധനമായി നൽകിയ വിശുദ്ധ ഖുർആനുൽ ഹഖ് അത് തന്നെയാണ് യാഥാർത്ഥ്യം. മുസദ്ദിഖൻ അത് തന്നെ അംഗീകരിക്കുന്നതായ നിലക്ക് ലിമാ ബൈനയതി അതിൻ്റെ മുമ്പുള്ളവകളെ അഥവാ തഖദ്ദമ അതിനെ മുൻകടന്നവകളെ മിനൽ കുത്തുബി വേദഗ്രന്ഥങ്ങളാൽ അഥവാ തൗറാത്തിനെയും ഇഞ്ചീലിനെയൊക്കെ ശരിവെക്കുന്നതായ ഖുർആൻ. ഇന്നല്ലാഹ ബിഇബാദിഹി തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളെ പറ്റി ഖബീർ സൂക്ഷ്മമായി അറിയുന്നവനാണ്, ബസീറും കണ്ടറിയുന്നവനാണ്, അലിമും ബിൽ ബവാത്തിനി ഖബീർ എന്ന് പറഞ്ഞാൽ ഉള്ളുകളികളെ പറ്റി അറിയുന്നവനാണ്, ഉള്ളുകളെ പറ്റി വല്ലാഹി പുറങ്ങളെ പറ്റിയും അറിയുന്നവനാണ്. സുമ്മ പിന്നീട് ഔറസിന ആത്തൈന നാം നൽകിയാൽ കിതാബ വേദഗ്രന്ഥ അൽ ഖുർആൻ അഥവാ ഖുർആൻ അല്ലദീന ഒരു കൂട്ടർക്ക് ഇസ്തഫൈന മിൻ ഇബാദിന നാം തങ്ങളുടെ അടിമകളിൽ നിന്നും തിരഞ്ഞെടുത്ത ആളുകൾക്ക് വഹും ഉമ്മത്തുക്ക് അതാരാണ് അങ്ങയുടെ ഉമ്മത്താണ്. അവർക്കാണല്ലോ ഈ ഖുർആൻ അള്ളാഹു നൽകിയത്. അപ്പം പിന്നെ അവരുടെ കൂട്ടത്തിലുള്ള വാലിമില്ല നഫ്സി ശരീരത്തോട് അക്രമം പ്രവർത്തിച്ച ആളുകളുടെ തഖ്സീരിഫിൽ അമലി ബിഹ ഖുർആൻ കൊണ്ട് അമല് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തൽ കൊണ്ട് അമിനി അവരുടെ കൂട്ടത്തിലുള്ള മുഖത്തസ് മിതമായ ഒരാളുടെ അമല് ബിഹി അകലബല ഔക്കാത്ത് മിക്ക സമയങ്ങളിലും അതുകൊണ്ട് അമല് ചെയ്യും, എന്നാലും ചെറുതായിട്ടൊക്കെ വീഴ്ച വരുമായിരിക്കും. ഓ മിൻഹും സാബിക്കുൻ എന്നാൽ അക്കൂട്ടത്തിൽ നബിതങ്ങളുടെ ഉമ്മത്തിൻ്റെ കൂട്ടത്തിലുണ്ട് സാബിക്കും ബിൽ ഖൈറാത്ത് നന്മകൾ കൊണ്ട് മുൻഗണന ആളുകളുണ്ട്. അമലി ബിഹി യളുമു ഇലൽ അമലി ബിഹി അതുകൊണ്ട് അമല് ചെയ്യുന്നതിലേക്ക് ചേർക്കുന്നു അദ്ദേഹം അല്ലെ അങ്ങനെയുള്ള ആളുകൾ. അലീമ പഠിപ്പിച്ചു കൊടുക്കലിനെയും വലിയ ഇർഷാദ ബിഹി അതുകൊണ്ട് നയിക്കലിനെയും ഇലൽ അമല് ചെയ്യുന്നതിലേക്ക്. അപ്പോൾ സ്വയം അമല് ചെയ്യുക, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അമല് ചെയ്യാൻ വേണ്ടി ആളുകൾ അതിലേക്ക് നയിക്കുക. ഇത്തരം കാര്യങ്ങൾ സ്വന്തം അമല് ചെയ്യുന്നതിനും പുറമേ കൂടെ ചെയ്യുന്ന അതായത് പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ ഖുർആൻ കൊണ്ട് പരാജയപ്പെട്ട വീഴ്ച വരുത്തിയ ആളുകളുണ്ട്, അതിനെ കൊണ്ട് കുറേയൊക്കെ നല്ലത് ചെയ്യുന്ന ആളുണ്ട്, നല്ലപോലെ നല്ലത് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് എന്നർത്ഥം. അള്ളാഹു അക്കൂട്ടത്തിൽ അവസാനം പറഞ്ഞ കൂട്ടം നമ്മൾ ഉൾപ്പെടുത്തിട്ട് ബീദിനി ലാഹി അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം എന്ന് വെച്ചാൽ ബീറാത്തി അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൊണ്ട് ദാലിക അത് അതായത് ഇറാസുഹുമുൽ കിതാബ് അള്ളാഹു അവർക്ക് ഈ കിതാബിനെ കൊടുക്കുക എന്നുള്ളത് ഹുവൽ ഫضലുൽ കബീർ അള്ളാഹുവിൻ്റെ വമ്പിച്ച് എന്താണ് ഔദാര്യാണ് നമുക്ക് ഈ ഖുർആൻ കിട്ടിയത്. അൽഹംദുലില്ലാ. ജന്നാത്തു അദിൻ എന്ന് പറഞ്ഞാൽ ഇക്കാമത്തിൻ്റെ താമസത്തിൻ്റെ തോട്ടങ്ങൾ. അപ്പോൾ താമസിക്കാനുള്ള തോട്ടങ്ങൾ യദ്ഖുലൂന അവരതിൽ പ്രവേശിക്കുക ഈ സലാസ അതായത് ഈ 3 വിഭാഗം അല്ല യദ്ഖുലൂനഹ സലാസത്തു ഈ 3 വിഭാഗം ആളുകളും ബിൽ ബിനാഇലിൽ ഫായിലി വൽ മഫൂലി ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ടുകൊണ്ട് മഫൂലിന് വേണ്ടി എടുക്കപ്പെട്ടുകൊണ്ട് ഖബർ ജന്നാത്തി അൽ മുബത്തദ് ഈ മുബത്തദ ആയ ജന്നാത്ത് എന്നതിൻ്റെ ഖബറാണത്. അപ്പം അവിടെ യദ്ഖുലൂനഹ എന്നുള്ളവിടെ മഫ്ഊലിന് വേണ്ടി എടുക്കുമ്പം ഫായിലിന് വേണ്ടി എടുക്കുമ്പോൾ യദ്ഖുലൂനഹ എന്നാണ്. ജന്നാത്ത് അതിന് തുദ്ഖലു അത് ഒന്ന് നോക്കണം എങ്ങനെയാ ഖിറാത്ത് എന്ന് നോക്കണം. എന്തായാലും മഫ്ഊലിന് വേണ്ടി എടുത്ത മജ്ഹൂലായ സീഗ ഉണ്ട് എന്നാണ്. ജന്നാത്ത് അതിന് എങ്ങനെയാണെന്ന് നോക്കാൻ നമുക്ക് പറയാൻ പറ്റുമല്ലോ. യുഹല്ലൗന ഫീഹ അപ്പം യുദ്ഖലു ഫീഹ എന്നോ എന്തായാലും ആയിരിക്കണം, എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും അടുത്ത യുഹല്ലൗന എന്നുള്ളത് ഖബർ സാനി 2ാം ഖബറാണ്. അപ്പം താമസത്തിൻ്റെ ആരാമങ്ങൾ അവിടെ ഈ 3 വിഭാഗം ആളുകൾ എന്ത് ചെയ്യും പ്രവേശിക്കും. ഈ ഖുർആൻ കിട്ടിയ ആളുകൾ ഖുർആൻ്റെ ആളുകളൊക്കെ എന്ത് ചെയ്യും അതിൽ പ്രവേശിക്കും. യുഹല്ലൗന ഖബറുൻ സാനി യുഹല്ലൗന ഫിഹ എന്ന് വെച്ചാൽ അവിടെ അവർക്ക് ആഭരണം അണിയിക്കപ്പെടും. മിൻ ബാലി അസാവിർ മിൻ എന്ന തബയിലിൻ്റെ മിന്നാണ് എന്ന് അഥവാ അവിടുത്തെ എല്ലാ വളകളും അല്ല മറിച്ച് ആഴുതുകളിൽ നിന്നുള്ള വളകളിൽ നിന്നുള്ള കുറേ വളകളൊക്കെ അവർ ധരിപ്പിക്കും അല്ലേ. വളകളിൽ നിന്നും സിവാറിന് ഞമ്മാണല്ലോ മിൻ ദഹബ് സ്വർണ്ണത്തിനാനുള്ള വലു മുത്തിനാലുള്ള അഥവാ മുറസം ബിഹി ദഹബ് അതുകൊണ്ട് മുത്തുകൊണ്ട് സ്വർണത്തിൽ പിടിപ്പിക്കപ്പെട്ടു. അപ്പോൾ മുത്ത് പിടിപ്പിക്കപ്പെട്ട സ്വർണത്തിൻ്റെ വളകൾ അവർ ധരിപ്പിക്കപ്പെടും. വലിബാസുഹും അവരുടെ വസ്ത്രങ്ങൾ ഫിഹാ തോട്ടങ്ങളിൽ
ആ താമസത്തിൻ്റെ തോട്ടങ്ങളിൽ ഹരീർ പട്ടാണ്. വക്കാലി അവർ പറഞ്ഞു അൽഹംദുലില്ലാ, അതായത് സ്വർഗത്തിൽ വേറും പറയും അൽഹംദുലില്ലാ, സർവസ്തുതി അള്ളാഹുനാണ്, അല്ലത് എങ്ങനെയുള്ള അദ്ഹബ അന്ന ഞങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞു, അൽ ഹസന ദുഃഖത്തെ, ജമിയഹു സർവ്വ ദുഃഖത്തെ നീക്കിക്കളഞ്ഞു, ഇന്ന റബ്ബന തീർച്ചയായും ഞങ്ങളുടെ റബ്ബിലെ ഗഫൂർ അലി ദുനൂബ് പാപങ്ങളേറെ പൊറുക്കുന്നവനാണ്, ഷക്കൂർ അലി താഴത്തി വഴിപ്പെടുന്നതിന് നല്ല നന്ദി കാണിക്കുന്നവനാണ്, അല്ലത് എങ്ങനെയുള്ള വടച്ചവനാണ്, അല്ല അഹല്ലന നമ്മളെ ഇറക്കിയത് ആറൽ മുക്കാമ താമസത്തിൻ്റെ ഭവനത്തിൽ, അലിക്കാമ ഇക്കാമത്തിൻ്റെ ഭവനത്തിൽ താമസത്തിൻ്റെ ഇൻ ഫളിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ലായ മസുന ഫിഹ അവിടെ വെച്ച് ഞങ്ങളെ ബാധിക്കുകയില്ല, നസബുൻ തളർച്ച, താബുൻ ക്ഷീണം, അലായ മസുന ഫിഹ ലുഹൂബ് ഞങ്ങളവിടെ ലുഹൂബ് ബാധിക്കുകയില്ല. ലുഹൂബ് എന്ന് പറഞ്ഞാൽ ഈ അമിന താബി ഈ അതും അത് തന്നെയാണ്, തളർച്ച തന്നെയാണ്. താബിനാൽ ഉണ്ടാവുന്ന തളർച്ചയാൽ ഉണ്ടാവുന്ന ജോലിയിൽ വരുന്ന സ്വാധീനക്കുറവ് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വലം യ ബി ഖൽഖിഹി, ഇതെല്ലാം സൃഷ്ടിച്ചിട്ടും പഠിച്ചവൻ എന്തായിട്ടില്ല, തളർന്ന് ദുർബലനായി തീർന്നിട്ടില്ല. അപ്പോൾ തളർച്ചയാൽ ഉണ്ടാകുന്ന ഒരു ദൗർബല്യം അത് ഞങ്ങളെ ബാധിക്കുകയില്ല. ഈ അതിമി തക്ലീഫി, കാരണം അവിടെ തക്ലീഫില്ലല്ലോ ഫിഹ, ഈ സ്വർഗീയ ആരാമങ്ങളിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള കൽപ്പന മറ്റൊന്നുണ്ടോ ഇല്ല. അപ്പം വദിക്രു സാനി താബി ലിൽ അവലി ലി തസ്രീഹി ദി നഫിഹി. അപ്പോൾ രണ്ടാമത്തേനെ പറഞ്ഞു അല്ലേ, ലാമുസ്നഫി നസബ് ഒന്നാമത്തത്, ലുഹൂബ് രണ്ടാമത്തെ പദത്ത് പറഞ്ഞു. ആ താബി ലിൽ അവലി ഒന്നാമത്തേനോട് താബി ആയ രണ്ടാമത്തേന്, അതായത് രണ്ടും ഒരേ അർത്ഥമായിട്ട് പിന്നെ എന്തിനാ പറഞ്ഞു അല്ലെ തസ്രീഹി ബി നഫിഹി, ആ ഒന്നാമത് പറഞ്ഞ സാധനം ഇല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ക്ഷീണം ഇല്ല എന്ന് പറഞ്ഞാൽ ക്ഷീണം ഇല്ല അങ്ങനെ തന്നെ എന്നർത്ഥം. വല്ലദീന കാഫര്യങ്ങളായ ആളുകൾ ലഹും അവർക്കൊണ്ടില്ല നാറു ജഹന്നം, ജഹന്നമിൻ്റെ തീയുണ്ട്, ലാ യുഖ്ലാ അലൈഹിം അവരുടെ മേൽ വിധി തീർക്കപ്പെടുകയില്ല, വിധി തീർപ്പ് കൽപ്പിക്കപ്പെടുകയില്ല, ബിൽ മൗത്തി മരണം കൊണ്ട്, ഫയമൂത്തു എന്നിട്ട് അവർ മരിക്കുകയില്ല, മരണം വിളിച്ചാലേ അവർ മരിക്കുക. യസ്തരീഹു ഏത് സ്ഥിതിയിൽ അവർ തന്നെ യസ്തരീഹു അഥവാ അവരെന്താവില്ല ആശ്വസിക്കുകയില്ല എന്ന്. അപ്പം മരിച്ചാൽ പിന്നെ തീർന്നു, ശിക്ഷ തീർന്നു നോക്കാം, അവിടെ വെച്ചിട്ട് മരിക്കുകയില്ല. അതാണ് എന്താണ് ലാ യമുതു ഫീഹ വലാ യഹ്യ എന്ന് പറഞ്ഞിട്ടില്ലേ. വലാ യുഖഫഫു അൻഹും അവർക്ക് ലഘൂകരണം നൽകപ്പെടുകയില്ല, മിൻ അദാബി എൻ്റെ ശിക്ഷയിൽ നിന്ന്, തറഫത്തായിൻ ഒരല്പം പോലും, തറഫത്തായിൻ എന്ന് വെച്ചാൽ ഒരു കണ്ണ് ചിന്ന ഇട പോലും അതിൽ അവർക്ക് ലഘൂകരണം ഉണ്ടാവില്ല ശിക്ഷ. കദാലിക്ക് അപ്രകാരം കമാ ജസൈനഹും അവർക്ക് ഈ തക്കതായ പ്രതിഫലം അല്ലെ തക്കതായ ശിക്ഷ നടപടി ചെയ്ത പോലെ യുജാക്കുല്ല കഫൂർ ഓരോ കാഫിറിനും നൽകപ്പെടുന്നതാണ് പ്രതിഫലം. കാഫിരിൻ ബിൽ യാഇ വന്നൂനി കദാലിക്ക് നജ്സീക്കുല്ല കഫൂർ എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ യാ കൊണ്ടുണ്ടാവും, കഫൂർ എന്ന് വെച്ചാൽ കാഫിർ എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ യാ കൊണ്ട് ഖിറാത്തുണ്ട്, അപ്പം യുജ്സ എന്നാണ് ഉണ്ടാവുക. നൂൻ കൊണ്ട് ഖിറാത്തുണ്ട്, നൂനാകുമ്പോൾ പിന്നെ എന്താണ് മഫ്തൂഹത്തൻ ഫത്ത് ചെയ്തിട്ട് നജ്സി എന്നായിരിക്കും ഉണ്ടാവുക, കസ്രി സായിന് കസ്ര ചെയ്തുകൊണ്ട്. പിന്നെ അപ്പം നസ്ബി കുല്ല് എന്ന പദത്തിന് നസ്ബു ആയിരിക്കും നജ്സി കുല്ല, മറ്റേതിൽ യുജ്സ കുല്ലു കഫൂർ അതാണ്. അപ്പോൾ ഒന്നുകിൽ കദാലിക്ക യുജ്സ കുല്ലു കഫൂർ അല്ലെങ്കിൽ കദാലിക്ക നജ്സി കുല്ല കഫൂർ എന്നാണ്. വഹും യസ്തരിഹൂന ഫിഹ അവരവിടെ ഈ ഒച്ചപ്പാടുണ്ടാക്കും, യസ്തഗീസൂന സഹായം തേടിക്കൊണ്ടും, വിശുദ്ധത്തിൻ ശക്തി കൊണ്ട് ശക്തമായിട്ട്, അവീൽ അവയിൽ എന്ന് വെച്ചാൽ ശബ്ദം കരഞ്ഞുകൊണ്ട് ശബ്ദം ഉയർത്തുന്നതിനാണ് അവീൽ എന്ന് പറയാം, ഒച്ചത്തിൽ കരയുക. അപ്പോൾ ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ടും ശക്തമായിക്കൊണ്ടും അവരെന്ത് ചെയ്യും സഹായം അഭ്യർത്ഥിക്കും, നരകത്തിൽ പേർന്നാണ്. യഖൂലൂന അവർ തന്നെ പറയുന്നവരായിരുന്നു, റബ്ബന ഞങ്ങളുടെ റബ്ബെ അഖ്രിജനാ മിൻഹ ഞങ്ങളെ ഇതിന് പുറത്താക്കണേ, പുറപ്പെടുവിക്കണേ, നഅമൽ സാലിഹ ഞങ്ങൾ നല്ല ചെയ്തോളാം, ഖൈറ അല്ലദീ കുന്നാന അമൽ ഖൈറ അല്ലദീ യാതൊന്നല്ലാത്തത് കുന്നാന അമലു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അതല്ലാതെ, ഞങ്ങൾ മോശമായിരുന്നു ദുനിയാവിൽ വെച്ച് ചെയ്തുകൊണ്ടിരുന്ന അതല്ലാതെ നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങളൊന്ന് പുറത്താക്കണേ എന്ന് പറയും. ഫയഖല്ലു അപ്പോൾ അവരോട് പറയപ്പെടും, അവരും അമ്മയ്ക്കും നാം നിങ്ങൾക്ക് ആയുസ്സിന് നീട്ടി തന്നില്ലേ, മാ വഖ്തൻ മാ എന്ന് വെച്ചാൽ ഒരു സമയം, യതദക്കറു ഫീഹി മൻ തദക്കറ എന്താണ് തദക്കർ എന്ന് പറഞ്ഞാൽ ഉപദേശം സ്വീകരിക്കുന്നവന് അല്ലേ, യതദക്കർ ഫിഹ ആ സമയത്തിനുള്ളിലായിട്ട് ഉപദേശം സ്വീകരിക്കും, മൻ തദക്കർ ഉപദേശം സ്വീകരിക്കുന്നവൻ. അപ്പോൾ ഉപദേശം സ്വീകരിക്കുന്നവന് സ്വീകരിക്കാൻ പറ്റിയ ഒരു സമയം അത്രയും ഞങ്ങൾക്ക് നമ്മുടെ ആയുസ് നീട്ടി തന്നതല്ലായിരുന്നോ. വജാഅക്കുമുന്നദീർ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വരികയും ചെയ്തില്ലേ, റസൂൽ വന്നില്ലേ, ഫീമ അജബുത്തും നിങ്ങൾ അല്ല ഫമ അജബുത്ത് എന്നിട്ട് നിങ്ങൾ മറുപടി കൊടുത്തോ ഇല്ല, ഫദൂഖു അതുകൊണ്ട് നിങ്ങൾ രുചിക്കൂ, ഫമാലിൽ ലാലിമീൻ അൽ കാഫിരീൻ കാഫിരീങ്ങളായ അക്രമികൾക്കില്ല മിൻ നസീർ ഒരു സഹായിയും ഇത് ഫലതാബ് അവരെ തൊട്ട് ശിക്ഷയെ തടയുന്ന പ്രതിരോധിക്കുന്ന. അള്ളാഹ തീർച്ചയായും അള്ളാഹു ആലിമുൽ ഗൈബ് ആലിമു ഗൈബിസ് സമാവാതി വൽ അർദ് വാനഭുവനങ്ങളിലുള്ള
അദൃശ്യജ്ഞാനത്തെ അറിയുന്നവനാണ്. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിലുള്ളതിനെ പറ്റി അള്ളാഹു വിശാലമായി അറിയുന്നവനാണ്. ബിമാഫിൽ കുലൂബ്, ഹൃദയങ്ങളിലുള്ളതിനെ കൊണ്ട്. ഫ ഇൽമുഹു ബി ഗൈരിഹി, അപ്പോൾ ഹൃദയങ്ങളിലുള്ളത് കൊണ്ട് അള്ളാഹ്ക്ക് അറിയെങ്കിൽ പിന്നെ അതല്ലാത്ത ഇൽമു, അതെ ഇൽമു അള്ളാഹുവിൻ്റെ ഇൽമു ബി ഗൈരി, ഹൃദയങ്ങളിലുള്ള അല്ലാത്തതിനെ പറ്റിയുള്ള ഇൽമു ഔല എന്തുകൊണ്ടും അറിയുന്നതാണ്. ബിന്നദരി ഇലാ ഹാലിന്നാസ്, ജനങ്ങളുടെ അവസ്ഥയിലേക്ക് നോക്കിക്കൊണ്ട്. അള്ളാഹ്ക്കെല്ലാം സെയിമാണ്. പക്ഷെ നമ്മളെ കൊണ്ട് നോക്കുകയാണെങ്കിൽ ഹൃദയം അറിയാവുന്ന ഒരാൾക്ക് എന്തായാലും പുറമേ ഉള്ളത് അറിയുമല്ലോ. ഹുവ അവൻ അല്ലതി യാതൊരുവനാണ് ജഅലക്കും നിങ്ങൾ അവനാക്കി ഖലായിഫ ഫിൽ അർദി, ഭൂമിയിൽ പ്രതിനിധികളാക്കി. ജമു ഖലീഫ, ഖലീഫയുടെ ബഹുജനമാണ്. ഏതായത് യഖ്ലിഫു ബഅദുക്കും ബഅദ, നിങ്ങൾ ചിലർക്ക് പ്രതിനിധിയായി ഖലീഫയായി നേതാവായിട്ട് വരും. ഫമൻ കഫറ മിൻകും, ആരെങ്കിലും നിങ്ങളിൽ നിന്നും, അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളിൽ നിന്നും സത്യനിഷേധിയാവുന്ന പക്ഷം ഫാലി കുഫ്ർ, അവനെതിരിലാണ് അവൻ്റെ കുഫർ ഉണ്ടാവുക. ഏതായത് വബാലു കുഫ്രിഹി, അവൻ്റെ സത്യനിഷേധത്തിൻ്റെ പരിണിതഫലം അവനെതിരിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. വേറെ ആർക്കത് പ്രശ്നം ഉണ്ടാവില്ല, അവന് തന്നെയായിരിക്കും അതിൻ്റെ ഗുരുതര ഫലം അനുഭവിക്കേണ്ടി വരിക, പരിണിതഫലം. വലായസീദുൽ കാഫിരീങ്ങൾക്ക് വർദ്ധിപ്പിക്കുന്നില്ല കുഫ്ർ, അവരുടെ സത്യനിഷേധികൾക്ക് അവരുടെ സത്യനിഷേധം വർദ്ധിപ്പിക്കുന്നില്ല. ഇന്ദറബി, അവരുടെ റബ്ബിൻ്റെ അടുക്കൽ ഇല്ല മക്കത്ത കോപത്തെ അല്ലാതെ, ദേഷ്യത്തെ അല്ലാതെ. വലായസീദുൽ കാഫിര്യങ്ങൾക്ക് വർദ്ധിപ്പിക്കുന്നില്ല കുഫ്റുഹും, അവരുടെ സത്യനിഷേധം. ഇല്ല ഹസാറ, പരാജയത്തെ അല്ലാതെ. ഇല്ലാഹർ, ആഖിറത്തിലുള്ള പരാജയത്തെ അല്ലാതെ. കുല്ലബിയെ എന്ന് പറയുക, നിങ്ങൾ കണ്ടുവോ ശുറക്കാക്കും, നിങ്ങൾ ദുനിയാവിൽ വെച്ച് നിങ്ങളുടെ പങ്കുകാരായിരുന്ന അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ ആരാധിച്ചിരുന്ന പല സാധനങ്ങൾ. അല്ലദീന, എങ്ങനെയുള്ളത്? അതുകൊണ്ട് നിങ്ങൾ ദഅബുദൂന, ആരാധിച്ചിരുന്ന മിന്ദൂനിലെ അള്ളാഹിനെ കൂടാതെ അള്ളാഹുവിനല്ലാതെ. ഉമ്മുൽ അസ്നാം, ഒരു വിഗ്രഹങ്ങളാണ്. അല്ലദീന, എങ്ങനെയുള്ള വിഗ്രഹങ്ങളാണ്? വഹുൽ അസ്നാമു, അവൾ വിഗ്രഹങ്ങളാണല്ലേ നിങ്ങളുടെ അമിത നിങ്ങൾ വാദിച്ചു. അന്നഹും ഷുറക്കാ ഉല്ലാഹി തആല, അതൊക്കെ അള്ളാഹുവിൻ്റെ പങ്കുകാരാണെന്ന് വാദിച്ച ആ ഷുറക്കാനെ നിങ്ങൾ കണ്ടോ? അറൂനി, നിങ്ങളൊന്ന് കാണിച്ചു എനിക്ക്. അഖ്ബിറൂനി, നിങ്ങൾ അറിയിച്ചതാ. മാതാ ഖലഖൂ, അവർ സൃഷ്ടിച്ചാവോ യാതൊന്ന് എന്താണെന്ന്. മിനൽ അർദി, ഭൂമിയാൽ. അഥവാ അള്ളാഹു സൃഷ്ടിച്ചതുപോലെ നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം വെച്ച് പ്രാർത്ഥിച്ച് സാധനങ്ങളല്ല ഭൂമിയെ സൃഷ്ടിച്ചിട്ടുണ്ടോ? അതോ ലഹും, അവർക്കുണ്ടോ ഷിർക്കും വല്ല പങ്കുമുണ്ടോ? ഷിർക്കത്തും വല്ല പങ്കുമുണ്ടോ? അള്ളാഹി, അള്ളാഹുവിനോടൊപ്പം ഫി ഖൽഖി സമാവാത്തി, വാനങ്ങളെ സൃഷ്ടിക്കുന്നതിൽ വല്ല ഓഹരിയും അവർക്കുണ്ടായിരുന്നു? അതോ ആതൈനാഹും, നിങ്ങൾക്ക് നാം നൽകിയോ? കിതാബൻ, വല്ല ഗ്രന്ഥവും. ഫഹും അലാ ബയ്യിനത്തിൻ, എന്നിട്ട് ഫഹും അലാ ബയ്യിനത്തിൻ, വല്ല വ്യക്തമായ ഹുജ്ജത്തിൻ, വല്ല പ്രമാണത്തിലും അധിഷ്ഠിതമായിട്ടാണ് അവരുള്ളത്. വല്ല കിതാബും ഞാൻ അവർക്ക് കൊടുത്തിട്ട് വല്ല വ്യക്തമായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കഴിഞ്ഞുകൊള്ളുന്നത്. മിനുഹു, അള്ളാഹുൽ നിന്നുള്ള. ബി അന്നലഹും മഈ, എന്തുകൊണ്ട്? ബി അന്നലഹും, അവർക്കുണ്ട് എന്ന്. മഈ, എൻ്റെ ഒപ്പം. ഷിർക്കത്തൻ, വല്ല പങ്കും അവർക്കുണ്ട് ഈ നിങ്ങളുടെ ആരാധ്യന്മാർക്ക്. അങ്ങനെ വല്ല ഉണ്ട് എന്നുള്ള വല്ല പ്രമാണം അവർക്കുണ്ടോ? ബൽ, ഇല്ല. ഇൻ മാ യഇദുൽ ളാലിമൂന, അല്ലേ, ളാലിമീങ്ങൾ വാഗ്ദാനം ചെയ്യുന്നില്ല. മറിച്ച് ഇൻ യഇദുൽ എന്ന് പറഞ്ഞാൽ ളാലിമീങ്ങൾ, അക്രമികൾ വാഗ്ദാനം ചെയ്യുന്നില്ല. അഥവാ കാഫിരീങ്ങൾ വാഗ്ദാനം ചെയ്യുന്നില്ല. ബഅദുഹും ബഅദ, അഥവാ അവരിൽ ചിലർ മറ്റു ചിലരോട് വാഗ്ദാനം ചെയ്യുന്നില്ല. ഇല്ലാ ഹുറൂറ, ചതിയല്ലാതെ, അഥവാ ബാത്തില, നിരർത്ഥകമായ വാഗ്ദാനമല്ലാതെ. ബി കൗലി, അവരുടെ കൗലി കൊണ്ട്. അല്ല അസ്നാമു തശ്ഫഉലഹും, അവരുടെ കൗലെന്താണ്? വിഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി പരലോകത്തെ ഈ ശുപാർശ നടത്തുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചില ആളുകളെ പറഞ്ഞ് പറ്റിച്ച വെറും വർത്തമാനം മാത്രമാണത്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യുംസിക്കു സമാവാതി വൽ അർള, വാനങ്ങളെയും ഭൂമിയെയും പിടിച്ചു വെക്കുന്നു. അന്തസൂല, നീങ്ങിപ്പോകുന്നതിനെ തൊട്ട്. അതായത് അവ രണ്ടിനെ അള്ളാഹു തടഞ്ഞു വെക്കുന്നു. മിനൻ സവാൽ, അത് നീങ്ങിപ്പോവുക. കാരണം അള്ളാഹു ആ പ്രപഞ്ചത്തെ ആ ഒരു പ്രത്യേക സെറ്റിലല്ല വെച്ചേക്കുന്നത്. വാനഭൂമിയെ തൊട്ടോ വല്ലാതെ തോന്നിട്ടോ ഇല്ല. വല ഇല്ലാമ കസം, സത്യം ചെയ്യലില്ലാമാണ്. ജാലത്ത, സത്യമായിട്ടും അവകാരം നീങ്ങിപ്പോയാൽ എന്ന് വെച്ചാൽ മാടാർത്ഥത്തിൽ ഇല്ല എന്നർത്ഥം. അംസക്കഹുമാ, അതിനെ പിടിച്ചു വെക്കുകയില്ല. യുമസിക്കഹുമാ, അവർ രണ്ടിനെ പിടിച്ചു വെക്കുകയില്ല. മിനഹദിന്, ഒരാളും. മിൻബാദി, അള്ളാഹുവിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ ഐസിവാഹു, അള്ളാഹു അല്ലാതെ. അപ്പം വാനവും ഭൂമിയും എങ്ങാനും സത്യമായിട്ട് അങ്ങനെ നീങ്ങിപ്പോയാൽ അള്ളാഹ് അല്ലാതെ വേറൊരാൾ അതിനെ പിടിച്ചു വെക്കാനുണ്ടാവില്ല. ഇന്നഹു കാന ഹലീമൻ ഗഫൂർ, അള്ളാഹു ഏറെ അനുകമ്പയുള്ളവൻ, ഏറെ പുറത്തു കൊടുക്കുന്നവനാണ്. ഫി തഅഖീരി ഇഖാബിൽ കുഫാരി, കാഫിര്യങ്ങൾക്കുള്ള ശിക്ഷയെ പിന്തിപ്പിക്കുന്ന വിഷയത്തിൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനല്ലേ. അഖസമു, അവർ സത്യം ചെയ്തു പറഞ്ഞു. ഐ കുഫാർ മക്കയിലെ കാഫിര്യങ്ങൾ ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്. ജഹദ ഐമാനിഹിം, അവരുടെ സത്യങ്ങളിൽ ശക്തമായ സത്യം ചെയ്യൽ. അതായത് ഹോയത്ത് ഇജ്തിഹാദിഹിം ഫിഹ, സത്യം ചെയ്യലുള്ള അവരുടെ ശ്രമത്തിൻ്റെ അങ്ങേയറ്റം വല്ലാതെ അങ്ങോട്ട് സത്യം ചെയ്തു. സത്യമായിട്ടു എന്ന് പറഞ്ഞിട്ട്. ല ഇൻ ജാഅഹും നദീറുൻ റസൂലുൻ, വല്ല ദൂതനും അവർക്കെങ്ങാനും വന്നാൽ ലയകൂനുൻ അഹ്ദാമിൻ ഇഹിദൽ ഉമ്മത്തുകളിൽ വെച്ച് ഏതൊരു ഉമ്മത്തിനേക്കാളും കൂടുതൽ ഹിദായത്ത് ലഭിച്ച ആളുകൾ അവരായിത്തീരുമെന്ന് തന്നെ അവരെന്ത് ചെയ്തു? സത്യം ചെയ്തു. ഐൽ യഹൂദി വൻ നസാർ, അഥവാ ജൂത ക്രിസ്ത്യാനികൾക്ക്, വകരി അവരല്ലാത്തവർക്കും. അതായത് ഇഹിദാൽ എന്ന് പറഞ്ഞാൽ ഐ വാഹിദത്തിൻ മിൻഹ, ഉമ്മത്തുകൾ എന്നുള്ള ഏതൊരു ഉമ്മത്തിനേക്കാളിലും.
ലമ്മാറാവു മിൻ തക്ദീബി ബാദിഹിം ബാദ, അവർ കണ്ടപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞു മിൻ തക്ദീബി ബാദിഹിം, അവരിൽ ചിലരെ കളവാക്കുന്നതായിട്ട്. അഥവാ ഏത് സന്ദർഭം? ഈ സന്ദർഭത്തിൽ കാലത്തിൽ യഹൂദി ജൂതന്മാർ പറഞ്ഞപ്പോൾ ലൈസത്തിൽ നസാറ, ക്രിസ്ത്യാനികളല്ല കേട്ടോ, അല്ല ഒരു ഷെയ്യിലല്ല, അതായത് ക്രിസ്ത്യാനികൾ ഒരു യഥാർത്ഥ അടിസ്ഥാനത്തിലല്ല അവർ കഴിയുന്നതെന്ന്. കാലത്തിൽ നസാറ, ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു ലൈസത്തിൽ യഹൂദ അലാ ഷെയ്, ജൂതന്മാരുടെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ജൂതന്മാർക്ക് അടിസ്ഥാനത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾക്ക് അടിസ്ഥാനം എന്ന് ജൂതന്മാർ പറയുകയും ചെയ്തപ്പോൾ അറബികളായ ഈ മക്കയിലെ കാഫര്യങ്ങൾ എന്ത് പറഞ്ഞു? ഞങ്ങൾക്കെങ്ങാനും ഒരു റസൂല് വന്നാൽ സത്യമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഏറ്റവും നല്ല സന്മാർഗം പ്രാപിച്ച ആളുകളായി തീരുമെന്ന് ഇവർ സത്യം ചെയ്തു പറഞ്ഞു, വല്ലാതെ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞിരുന്നു. എന്നാലോ ഫലമാ ജാഹും നദീറും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി, അവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവരുടെ അടുക്കൽ മക്കയിലെ കാഫര്യങ്ങൾക്ക് വന്നപ്പോൾ മാ സാദഹും, അവർക്ക് നബിതങ്ങളുടെ വരവ് വർദ്ധിപ്പിച്ചില്ല, അല്ലേ? അഥവാ മജീദ് നബിതങ്ങളുടെ വരവ് വർദ്ധിപ്പിച്ചില്ല. ഇല്ലാ നുഫൂറ, ഒരു എതിരാവലിന്, അല്ലേ, ഒരു അകൽച്ചയെ അല്ലാതെ വർദ്ധിപ്പിച്ചില്ല. തബാഉദൻ അനിൽ ഹുദ, സന്മാർഗത്തിൽ നിന്ന് വിട്ടുമാറി അകന്നു മാറലിനല്ലാതെ അത് വർദ്ധിപ്പിച്ചില്ല. അതുവരെ ഒരു ദൂതം വന്നാൽ ഞങ്ങൾ വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അടിച്ച ടീം, സത്യം ചെയ്ത ടീം വരുന്നവർ. ഇസ്തിക്ബാറ ഫിൽ അർദി, ഭൂമിയിൽ അഹങ്കരിക്കുന്നത് കാരണത്താൽ, അനിൽ ഈമാനി, വിശ്വസിക്കുന്നതിനോടോ മുഹമ്മദിന് കീഴ്പ്പെടണ്ടേ എന്നൊക്കെ ഉള്ളതിൽ മഫൂൽ ലഹു ആണത്. അഹങ്കരിച്ചത് കാരണത്താൽ, അഹങ്കാരം കാരണത്താൽ, ഭൂമിയിൽ വെച്ചുള്ള അവരുടെ അഹങ്കാരം കാരണത്താൽ. മക്ര സയ്യി, അല്ലെ, മക്ര എന്ന് വെച്ചാൽ അൽ അമല സയ്യി, മക്രൽ അമലി സയ്യി, അല്ലെ, തിന്മ പ്രവർത്തിക്കുക എന്നുള്ള ആ ഒരു കുതന്ത്രം കാരണത്താൽ, പിന്നെ ഷിർക്കി വഗൈരിഹി, എന്താണ് ബഹുദവിശ്വാസവും അതല്ലാത്തതിനാൽ. അപ്പം അവരുടെ ഭാഗത്തു നിന്നുള്ള തിന്മ പ്രവർത്തിക്കുക എന്ന ഒരു ഗൂഢമായ പരിപാടിയും അതുപോലെ തന്നെ അവരുടെ അഹങ്കാരമൊക്കെ നിമിത്തമാണ് അവർ വിശ്വസിക്കാതിരുന്നത്. അവർക്ക് നിമിത്തങ്ങളുടെ വരവ് കൊണ്ട് ഒന്നും കൂടെ അവർ സൽപാദം അകന്നുപോയി. വലാ യുഹീത്തുൽ മക്രുസയ്യു ഇല്ലാ ബി അഹ്ലി, ഈ മക്രുസയ്യു മോശമായ കുതന്ത്രം, അല്ലെ, ഈ മോശമായ കുതന്ത്രം യുഹീത്തു വലയം ചെയ്യുകയില്ല, ഇല്ലാ ബി അഹ്ലിഹി, അതിൻ്റെ ആളുകളെ അല്ലാതെ. വഹുവൽ മാക്റു, അതിൻ്റെ ആളാരാണ്? കുതന്ത്രം മെനഞ്ഞ ആൾ. അപ്പോൾ കുതന്ത്രം മെനഞ്ഞ ആൾക്ക് ആ കുതന്ത്രം ബാധിക്കുകയുള്ളൂ. വസ്ഫുൽ മക്രി ബി സയ്യി, ഈ മക്ർ എന്ന പദത്തിന് സയ്യ് കൊണ്ട് ഇവിടെ അള്ളാഹു വിശേഷം നടന്നില്ലേ, അല്ലേ? വലാഹിക്കുൽ മക്രു സയ്യു എന്ന് പറഞ്ഞു, സയ്യ് ആയ മക്ർ എന്ന് പറഞ്ഞു. അപ്പം ഈ മക്ർ എന്നതിനെ സയ്യ് കൊണ്ട് വിശേഷിപ്പിക്കുക, അഥവാ മക്കറിന് സിഫത്തായിട്ട് സയ്യിനെ കൊണ്ടുവരലാണ് അസല് യഥാർത്ഥ പ്രയോഗം. അപ്പം ഇലാഫത്തുഹു ഇലൈഹി കാബുലു, ഇതിന് മുമ്പ് മറ്റേ പ്രയോഗം ഉണ്ടല്ലോ, ഏത്? മക്ര സയ്യി എന്ന് പറഞ്ഞു. അപ്പം മക്റിനെ ഏതിലേക്ക്? സയ്യിലേക്ക് ഇലാഫത്ത് ചെയ്യൽ, അത് ഇസ്തിമാലിന് ആഖിറ മറ്റൊരു പ്രയോഗമാണ്. പക്ഷെ അവിടെ ഖദ്ദറ ഫീഹി അല്ലെങ്കിൽ ഖുദ്ദിറ ഫീഹി മുലാഫിൻ, അവിടെ മുലാഫിനെ സങ്കല്പിക്കപ്പെട്ടു. അത് ഹദറൻ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. മിനൽ ഇലാഫത്തി ഇല സിഫത്തി, ഒരു മൗസൂഫിനെ സിഫത്തിലേക്ക് ഇലാഫത്ത് ചെയ്യുക എന്നുള്ളത്. കാരണം അൽഫി പറഞ്ഞു വലാ യുലാഫുസ്മുല്ലി മാബി ഹിത്തഹദ്, അർത്ഥം ഒന്നായ, അല്ലേ, അഥവാ മാന ഒന്നായ സാധനത്തിലേക്ക് ഇലാഫത്ത് ചെയ്യാൻ പറ്റൂല എന്നാണ്. അപ്പം മാന ഒന്നായതിലേക്ക് ഇലാഫത്ത് ചെയ്താൽ വലാ യുലാഫുസ്മുല്ലി മാബി ഹിത്തഹദ് മാനം വഅവിലി മോഹിമൻ ഇദാ വറദ്, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? അവിടെ എന്തെങ്കിലും വീൽ ചെയ്യണം. അപ്പം മക്റും അതുപോലെ തന്നെ സയ്യിയുടെ ഒന്നാണ്. അതായത് മക്ർ എന്ന് വെച്ചാൽ കുതന്ത്രം, സയ്യി മോശമായ കുതന്ത്രം. അപ്പം മോശമായ എന്ന അർത്ഥത്തിലുള്ള സയ്യി എന്നതിലേക്ക് മക്റിനെ ഇലാഫത്ത് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഒരു മുലാഫിനെ അവിടെ വെച്ചിട്ട്, എന്നിട്ട് ആ മുലാഫ് ഇലിഹിനെ വെച്ചിട്ട് ആ മുലാഫ് ഇലിഹിനെ എന്താക്കും? സിഫത്താക്കി കൊണ്ടുവരും. ഏതിനെ? സയ്യിനെ. അങ്ങനെ കൊണ്ടുവരും. അപ്പോൾ അൽഫിയിൽ ഷറഹിൽ ആ ഉദാഹരണങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗമാണത്. ഫഹൽ യൻദുറൂന, അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ലാ സുന്നത്തൽ അവ്വലിൻ, ആദ്യകാല ആളുകൾക്കുണ്ടായ നടപടിക്രമത്തെ അല്ലാതെ, സുന്നത്തല്ലാഹി ഫീഹിം, അതായത് അള്ളാഹു അവരിൽ വെച്ച നടപടിക്രമത്തെ അല്ലാതെ അവർ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? എന്തിനാൽ അവരിൽ അള്ളാഹു മുൻഗാമികളിൽ അള്ളാഹു വെച്ച നടപടിക്രമം എന്താണ്? മിൻ തഅദീബിഹിം തക്ദീബിഹിം റുസുലഹും, അവരിലേക്ക് നിയോഗിക്കപ്പെട്ടവർ അള്ളാഹുവിൻ്റെ ദൂതന്മാരെ അവർ കളവാക്കിയത് കൊണ്ട് അവരെ ശിക്ഷിക്കലിനാൽ, അതേപോലെ ഇവരെ ശിക്ഷിക്കലിനല്ലാതെ ഇവർ വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഫലം തയ്യൽ സുന്നത്തിലായി തബദീല, തീർച്ചയായും അങ്ങ് എത്തിക്കുകയില്ല, അങ്ങക്ക് കിട്ടുകയില്ല. അള്ളാഹുവിൻ്റെ സുന്നത്തിൽ അള്ളാഹുവിൻ്റെ നടപടിക്ക് തബദീല, മാറ്റത്തെ അള്ളാഹ് നടപ്പാക്കാൻ വിചാരിച്ച് അങ്ങനെ തന്നെ നടപ്പിലാക്കും. വലത്തജിതല സുന്നത്തിലായി തഹ്വീല, അള്ളാഹുവിൻ്റെ സുന്നത്തിന് അള്ളാഹുവിൻ്റെ നടപടിക്കൊരു തിരിക്കലിനെ അങ്ങ് തീർച്ചയായും എത്തിക്കുകയില്ല. അതായത് ബിൽ അദാബി, ശിക്ഷയെ എന്താക്കൂല? പകരമാക്കുകയില്ല. ഒരു അള്ളാഹു അല്ലാതെ. വലാ യുഹവിലു ഇലാ ഗൈരി മുസ്തഹഖിഹി,
അതിൻ്റെ അവകാശിയല്ലാത്ത ആളിലേക്ക് അതിനെ തിരിക്കുകയില്ല അല്ലാതെ. അങ്ങനെ വിചാരിച്ച് അങ്ങനെ തന്നെ അവരെ മിസീർ അവർ സഞ്ചരിച്ചില്ല ഫില്ലർ ഭൂമിയിൽ ഫൈനർ വന്നിട്ട് അവർ കണ്ടില്ലേ കൈഫക്കാൻ ആക്കബത്തുള്ളതിനെ മിങ്കബലി അവരുടെ മുമ്പുള്ള ആരോകളുടെ അന്തിമം എങ്ങനെയായിരുന്നു എന്ന്. കാനു അശുദ്ധ മിൻഹും അവരുടെ മുമ്പുള്ള ആളുകൾ ഇവരെക്കാൾ ശക്തരായിരുന്നു കൂവത്തിന് ശക്തിയാൽ. ഫാഹലക്കഹമുല്ലാഹു അള്ളാഹു അങ്ങനെ അവരെ നശിപ്പിച്ചു. ബിദഖദീബിഹി റുസുലഹു അവരിലേക്ക് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ദൂതരെ അവർ കളവാക്കിയത് ദൂതന്മാരെ അവർ കളവാക്കിയത് കാരണത്താൽ. വമാ കാനല്ലാഹു അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിട്ടില്ല ലിയുജിസഹു അല്ല വമാ കാനല്ലാഹു അള്ളാഹു ആയിട്ടില്ല വമാ കാനല്ലാഹു അള്ളാഹു ആയിട്ടില്ല ലിയുജിസഹു അള്ളാഹുവിനെ ദുർബലമാക്കാനായിട്ടില്ല. അപ്പോൾ അള്ളാഹുവിനെ ദുർബലനാക്കാനല്ല കേട്ടോ, അള്ളാഹു ആയിട്ടില്ല അവനെ ദുർബലനാക്കാനായിട്ടില്ല മീൻ ചെയ്യും ഒരു സാധനത്തിനും. അപ്പോൾ ഒരു സാധനത്തിനും അള്ളാഹുവിനെ ദുർബലനാക്കാനായിട്ട് കഴിയേ ഇല്ല. അവിടെ ശ്രദ്ധിക്കണം, മുമ്പ് സമാനമായി വന്നതാണല്ലോ. അള്ളാഹു ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ദുർബലനാക്കൂല എന്നല്ല, അള്ളാഹു ആയിട്ടില്ല അതിൻ്റെ ഖബറാണ് ലിയുജിസഹു, അതിൻ്റെ എന്താണ് ലാമൽ ജുഹൂദാണല്ലോ. അവനെ അള്ളാഹുവിനെ ദുർബലനാക്കാൻ ആയിട്ടില്ല മിൻ ഷെയ് ഒരു സാധനവും. അപ്പോൾ ഇവിടെ ശരിക്ക് അർത്ഥത്തിൽ വരുന്ന ആ ഷെയ് ആണ്. അപ്പോൾ ഒരു സാധനത്തിന് അള്ളാഹുവിനെ ദുർബലമാക്കാൻ കഴിയുകയില്ല, അള്ളാഹുവിനെ അതിജീവിക്കാൻ കഴിയുകയില്ല. വയഫൂത്ത് അള്ളാഹുവിന് വിട്ടുപോകാൻ, അള്ളാഹുവിന് കിട്ടാണ്ടാവുന്ന വിധത്തിൽ വിട്ടുപോകാൻ ഒരു സാധനത്തിന് കഴിയുകയില്ല. ഫിസ്സമാവാത്തി വാനങ്ങളിലും അലാഫിൽ അറിഞ്ഞു ഭൂമിയിലും. ഇന്നഹു ഖാൻ അലീമ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അലീമാണ് വിശാലമായി അറിയുന്നവനാണ്. ഏതായത് ബിൽ അസ്യ ഈ കുല്ലിഹ എല്ലാ തിന്മകളെ പറ്റി സയ്യിൻ്റെ ജമാണ് അസ്യ ഖദീറൻ അലൈഹ അതിൻ്റെ മേലൊക്കെ കഴിവുള്ളവനാണ്. വലയ്യാഹുല്ലാഹു നാസ് അള്ളാഹു ജനങ്ങളെ എങ്ങനെ പിടികേടുമായിരുന്നെങ്കിൽ ബിമാ കസബു അവർ ചെയ്തതിന് കൊണ്ട് മിനൽ മാസി പാപങ്ങളായിട്ട് മാത്തറക്ക അല്ലേ, പാപം ചെയ്ത ഉടനെ അള്ളാഹു അവരെ പിടികൂടി ശിക്ഷിക്കുകയാണെങ്കിൽ മാത്തറക്ക അള്ളാഹു വിട്ട് കളയുമായിരുന്നില്ല. അല്ലാഹരിഹായിൽ അറളി ഭൂമിയുടെ പുറമെ അള്ളാഹു ഉപേക്ഷിച്ച് കളയുമായിരുന്നില്ല. മിന്താപത് ഒരു ജീവിയെയും നസമത്തിൻ തതുബു അതായത് ഒരു നസമ ഒരു സന്താനത്തെ തദ്ബു അലിഹ ഭൂമിയുടെ മേലെ എഴുതുന്ന സഞ്ചരിക്കുന്ന വലാക്കി അഹ്റും എങ്കിലും അള്ളാഹു അവർക്ക് പിന്തിപ്പിച്ചു കൊടുത്താണ് ഇലാ അജലി മുസമ്മർ നിശ്ചിതാവധി വരായതായി യൗമുൽ ഖിയാമ അന്ത്യദിനം വരെ. ഫൈദാജലു അവർക്കുള്ള അവധി എങ്ങാനും വന്നാൽ ഫൈൻ അള്ളാഹ തീർച്ചയായും അള്ളാഹു താല കാന ഇബാദിഹി തൻ്റെ അടിമകളെ വസീറ നോക്കിക്കാണുന്നവനാണ്. ഫൈജാസിഹിം അലാമാലി അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനാണ്. ബീസാബത്തിൻ മുഅ്മിനീങ്ങൾക്ക് പ്രതിഫലം കൊടുക്കൽ കൊണ്ട് വയ്യക്കാബിൽ കാഫിരിങ്ങളെ ശിക്ഷകൾ കൊണ്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.